ദുനിയാവിൽ ഹദ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, അത് ചെയ്താൽ ഇസ്ലാമിക രാജ്യത്താണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ ഭരണകൂടത്തിൻ്റെ ശിക്ഷ അയാൾക്കുണ്ടാകും, കൈമുറിക്കും, അതുപോലത്തെ ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള ഏതു പാപവും വൻ പാപമാണ്. അതല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ പാപങ്ങൾ, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറത മഅൽ ഇസ്തിംറാർ. ഇസ്തിഗ്ഫാറിന്റെ കൂടെ ഒരു വൻ പാപവുമില്ല. ഇസ്തിഗ്ഫാർ നടത്തിയാൽ എല്ലാ വലുതും ഇല്ലാതെയായി പോകും. ഇസ്തിംറാർ നടത്തിയാൽ, തുടരെ 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 ചെയ്താൽ പിന്നെ ഒരു പാപവും ചെറിയ പാപമല്ല. അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു നൂഹ്, ആ സൂറത്തിന്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلنا نوحا إلى قومه أن أنذر قومك من قبل أن يأتيهم عذاب أليم. قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون. إنا أرسلنا نوحا. إنا أرسلنا തീർച്ചയായും നാം അയച്ചു നൂഹൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇലാ ഖൗമിഹി, അവിടുത്തെ നൂഹ് നബിയുടെ ഖൗമിലേക്ക്, അവിടുത്തെ സമുദായത്തിലേക്ക്. അൻ അൻദിർ ഖൗമക്, എന്തു പറഞ്ഞിട്ടാണ് അള്ളാഹു അയച്ചത്? അൻ അൻദിർ, ഓ നൂഹ്, താങ്കൾ താക്കീത് നൽകണം, അവർക്ക് മുന്നറിയിപ്പ് നൽകണം. ഖൗമക, താങ്കളുടെ ഖൗമിന്, താങ്കളുടെ സമൂഹത്തിന്. മിൻ ഖബ്ലി അയ്യഅതിയഹും, അവർക്ക് വരുന്നതിനു മുമ്പ്. മിൻ ഖബ്ലി, മുമ്പ്. അയ്യഅതിയഹും, അവർക്ക്, താങ്കളുടെ സമുദായത്തിന് വരുന്നതിനു മുമ്പ്. അദാബുൻ അലീം, അള്ളാഹുവിൻ്റെ അലീമായ അദാബ്, അവൻ്റെ വേദനയേറിയ ശിക്ഷ. അദാബുൻ, ശിക്ഷ. അലീമുൻ, വേദനയേറിയ ശിക്ഷ വരുന്നതിനു മുമ്പ് താങ്കൾ താങ്കളുടെ ഖൗമിന് താക്കീത് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം അവിടുത്തെ ഖൗമിലേക്ക് അയക്കുകയുണ്ടായി. അല്ലാഹു റബ്ബുൽ ആലമീൻ പഴയകാല അംബിയാഇൻ്റെ, അവരുടെ ഖൗമിൻ്റെ ചരിത്രം അള്ളാഹുവിൻ്റെ കിതാബിൽ ധാരാളമായി നമ്മോട് പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ ഇത്തിബാ ചെയ്യുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനുകൾക്കും ഗുണപാഠവും ആശ്വാസവുമാണ് പഴയ അംബിയാഇൻ്റെ ചരിത്രം. അവരുടെ കഥകളിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ, അവരുടെ കഥകളിൽ, അവരുടെ ചരിത്രങ്ങളിൽ ഗുണപാഠമുണ്ട്. ബുദ്ധിയുള്ള ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽ ശുക്ർ ചെയ്യുന്ന, അവൻ്റെ പരീക്ഷണങ്ങളിൽ സബ്ർ ചെയ്യുന്ന, ക്ഷമിക്കുന്ന മുഅ്മിനുകൾക്ക് ഗുണപാഠമുണ്ട്, ആശ്വാസമുണ്ട്. പഴയകാല അംബിയാഇൻ്റെ ചരിത്രത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നു അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ച്. അതുപോലെ അള്ളാഹുവിൻ്റെ അംബിയാഇനോട് എതിര് പ്രവർത്തിച്ചവർക്ക് അവർക്കുള്ള മുന്നറിയിപ്പാണ് പഴയകാല നബിമാരുടെ ചരിത്രം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, യഖൂലു തആല മുഖ്ബിറൻ അൻ നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അറിയിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, അന്നഹു അർസലഹു ഇലാ ഖൗമിഹി, നൂഹ് നബി അള്ളാഹു തൻ്റെ ഖൗമിലേക്ക് നിയോഗിച്ചു. ആമിറൻ ലഹു, അള്ളാഹു നൂഹ് നബിയോട് കൽപ്പിച്ചുകൊണ്ട്, അയുൻദിറഹും ബഅസല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അവരെ താക്കീത് ചെയ്യുവാൻ. ഖബല ഹുലൂലിഹി ബിഹിം, അത് വരുന്നതിന് മുമ്പ്, കാരണം വന്നു കഴിഞ്ഞിട്ട് താക്കീത് കൊണ്ട് കാര്യമില്ലല്ലോ. ഫഇൻ താബൂ വഅനാബൂ റഫഅ അൻഹും,
അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അവൻ്റെ റസൂലുകൾ അനുസരിക്കുന്നതിലേക്ക്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് തിരിച്ചു വന്നാൽ ആ ശിക്ഷ അവരിൽ നിന്ന് ഉയർത്തപ്പെടും. അവർക്കത് സംഭവിക്കുകയില്ല. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറുൻ മുബീൻ അൻ അഅ്ബുദുല്ലാഹ വത്തഖൂഹു വഅതിഊൻ. ഖാല പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗമി, ഓ എൻ്റെ സമുദായമേ, ഇന്നി ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക്, നദീറുൻ, താക്കീതുകാരനാകുന്നു, മുബീനുൻ, വ്യക്തമായ താക്കീതുകാരനാകുന്നു, ഐ ബയ്യിനുൻ നദാറ, വ്യക്തമായ താക്കീത് നൽകുന്ന ആളാകുന്നു, ലാഹിറുൽ അംരി വവാദിഹു, എൻ്റെ വാക്ക് വളരെ വ്യക്തമാണ്, അതിൽ ഒരു ഖഫാ ഇല്ല, ഒരു അവ്യക്തതയില്ല. അള്ളാഹുവിൻ്റെ അംബിയാഇൻ്റെ വാക്കെല്ലാം അങ്ങനെയാണ്, വളരെ വ്യക്തമാണ്. അതുപോലെ അവരുടെ വാക്കുകൾ വളരെ എളുപ്പമാണ്. അവർ പറയുന്ന കാര്യം ആളുകൾക്ക് പ്രയാസമുള്ള കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹു അതാ നരകത്തിൽ, പരലോകത്ത് ഒരുവൻ നരകത്തിൽ പെടുമെന്ന് കണ്ടാൽ അവൻ അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവെ, എൻ്റെ എല്ലാമെല്ലാം ഞാൻ പകരം നൽകാം, പ്രായശ്ചിത്തം നൽകാം, മോചനദ്രവ്യം നൽകാം, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. അള്ളാഹു പറയും, ഇതിനേക്കാളും എത്രയോ നിസാരമായതാണല്ലോ ഞാൻ നിന്നോട് കൽപ്പിച്ചത്, ഇതിനേക്കാളും എത്രയോ എളുപ്പമായതാണല്ലോ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നത്. അതെന്താണ്? എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന്. വളരെ എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ ദീൻ വളരെ എളുപ്പമുള്ള ദീനാണ്. അഹബ്ബുദ്ദീൻ ഇലല്ലാഹിൽ ഹനീഫിയ്യത്തു സംഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദീൻ അൽ ഹനീഫിയ്യ, ഹനീഫായ ദീനാണ്. ശിർക്കിൽ നിന്ന് പൂർണ്ണമായി അകന്നിട്ടുള്ള, തൗഹീദിലൂടെ അടിയുറച്ചു നിന്നിട്ടുള്ള അസ്സംഹ, വിട്ടുവീഴ്ചയുടെ ദീനാണ് ഈ ദീൻ. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ, എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ, അള്ളാഹു തൗഫീഖ് നൽകിയ സലീമായ ഖൽബുള്ള നല്ല ആളുകൾക്ക് അത് എളുപ്പമായിരിക്കും. ചില ഫുസ്സാക്കുകൾക്ക്, ശൈത്താൻ ഖൽബ് കേടുവരുത്തിയിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാമിലെ ചില നിയമങ്ങൾ പറയുമ്പോൾ അത് പ്രയാസമായി തോന്നുന്നത് ദീനിന്റെ കുഴപ്പമല്ല, അതവൻ്റെ ഖൽബിന്റെ കുഴപ്പമാണ്. അള്ളാഹുവിൻ്റെ അംബിയ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായ വാക്കാണ്. അവരുടെ വാക്കുകൾ ഒരു അവ്യക്തതയില്ലാത്തതാണ്, കെട്ടിക്കൊടുക്കില്ലാത്തതാണ്. ആളുകൾക്ക് തിരിയാത്തത് പറഞ്ഞ് വലിയ വലിയ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ട് പോവുക എന്നതല്ല അവർ ചെയ്തിട്ടുള്ളത്. മറിച്ച് അവർ അള്ളാഹുവിൻ്റെ റിസാല അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. അതവരിലെ വലിയ പഠിച്ചവനാകട്ടെ, സാധാരണക്കാരനാകട്ടെ, പണക്കാരനാകട്ടെ, സാധുവാകട്ടെ, ആർക്കാകട്ടെ, സമൂഹത്തിൽ വലിയ തറവാട്ടിൽ ജനിച്ചവർക്കാകട്ടെ, അതൊന്നുമല്ലാത്ത സാധുക്കൾക്കാകട്ടെ, എല്ലാവർക്കും മനസ്സിലാകുന്ന എളുപ്പമുള്ള ദീൻ. അതാണ് അള്ളാഹുവിൻ്റെ അംബിയ പറഞ്ഞിട്ടുള്ളത്. ഖാല യാ ഖൗമി, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഓ എൻ്റെ സമുദായമേ, ഇന്നി ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നദീറും മുബീൻ, വ്യക്തമായ താക്കീതുകാരനാകുന്നു, അനി അബ്ദുല്ലാഹ വത്തഖൂഹു വഅതിഊൻ. അള്ളാഹുവിൻ്റെ അംബിയ പറഞ്ഞതിൽ ഒന്നാമത്തെ വാക്ക്, അവർ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്ക്, ജനങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെ ഉൻവാൻ, അവർക്ക് രക്ഷപ്പെടാനുള്ള താക്കോൽ, സ്വർഗത്തിൻ്റെ മിഫ്താഹ്, അതിതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനി അബ്ദുല്ലാഹ വത്തഖൂഹു വഅതിഊൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൂ, വത്തഖൂഹു, അവനെ സൂക്ഷിക്കൂ, തഖ്വ പാലിക്കൂ, വഅതിഊൻ, എന്നെ നിങ്ങൾ അനുസരിക്കൂ. ഒരാൾക്ക് രക്ഷപ്പെടാം, നീ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്താൽ, അവനെ നീ സൂക്ഷിച്ചാൽ, തഖ്വ പാലിച്ചാൽ, അവൻ നിന്നിലേക്ക് അയച്ച റസൂലിനെ നീ അനുസരിച്ചാൽ, ഖലാസ്, നീ രക്ഷപ്പെട്ടു ബിഇദ്നില്ലാഹി വതൗഫീഖിഹി. എത്ര എളുപ്പമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, നീ സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷ നിനക്ക് വന്നു ബാധിക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി നീ അനുസരിക്കുക. എത്ര എളുപ്പമുള്ള കാര്യമാണ്. അനി അബ്ദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനാണ് നമ്മെ പഠിച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തെയോ ഇൻസ് വർഗത്തെയോ ഞാൻ പഠിച്ചിട്ടില്ല, അനി അബ്ദൂൻ,
എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ നീ അള്ളാഹുവിൻ്റെ അടിമയാകുവാൻ, യഥാർത്ഥ നിലക്ക് നീ റബ്ബിൻ്റെ അബ്ദാകുവാൻ ആണ് നിന്നെ പഠിച്ചിട്ടുള്ളത്. നീ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നീ നിന്റെ റബ്ബിൻ്റെ അബ്ദാണ്. നിന്റെ ശ്വാസം അത് നിയന്ത്രിക്കുന്നത് നിന്റെ റബ്ബാണ്. നിന്റെ ഖൽബിന്റെ മിടിപ്പുകൾ നിയന്ത്രിക്കുന്നത് നിന്റെ റബ്ബാണ്. നിന്റെ ആന്തരിക അവയവങ്ങളെ നിയന്ത്രിക്കുന്നത് നിന്റെ റബ്ബാണ്. നിന്റെ നിഴലിനെ നിയന്ത്രിക്കുന്നത് പോലും നിന്റെ റബ്ബാണ്. നീ ജനിച്ചതെവിടെ? റബ്ബ് തീരുമാനിച്ച സ്ഥലത്ത്. നീ തിന്നുന്ന റിസ്ക് നിന്റെ റബ്ബ് തന്നതാണ്. നീ എപ്പോൾ മരിക്കും നിന്റെ റബ്ബ് തീരുമാനിക്കും. നീ എവിടെ വെച്ച് മരിക്കും റബ്ബ് തീരുമാനിക്കും. അള്ളാഹുവിന്റെ അബ്ദാണ് നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. പക്ഷേ സമ്മതിച്ചുകൊണ്ട് നിന്റെ ഖൽബ് കൊണ്ട് നീ റബ്ബിന്റെ അബ്ദാവുക, അള്ളാഹുവിന്റെ ഉബൂദിയ്യ, അവന്റെ പൂർണ്ണമായ അടിമയാവുക. അതാണ് ഏറ്റവും നല്ല മഖാം. ഒരുവൻ ഈ ദുനിയാവിന് കിട്ടാനുള്ള ഏറ്റവും നല്ല സ്ഥാനം എന്താണ്? അള്ളാഹുവിന്റെ അബ്ദാവുക. അള്ളാഹുവിന്റെ അംബിയാ ആ സ്ഥാനത്തിൽ സന്തോഷിച്ചിരുന്നു. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം വലാകിൻ ഖൂലൂ അബ്ദുല്ലാഹി വറസൂലുഹു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നസ്രാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. മറിച്ച് നിങ്ങൾ പറയൂ അബ്ദുല്ലാഹ് വറസൂലുഹു, അള്ളാഹുവിന്റെ അബ്ദാണ് ഞാനെന്ന്, അവന്റെ റസൂലാണെന്ന് ഞാനെന്ന്. അതാണ് ഏറ്റവും നല്ല മഖാം, ഏറ്റവും നല്ല സ്ഥാനം. അതാണ് ഒരുവൻ മനസ്സിലാക്കൽ. ഞാൻ എൻ്റെ റബ്ബ് തിരിച്ചിടത്തേക്ക് തിരിയുന്നവനാണ്, റബ്ബ് തീരുമാനിച്ചിടത്തേക്ക് പോകുന്നവനാണ്. അവനനുസരിക്കാതെ എനിക്ക് ഈ ലോകത്തും പരലോകത്തും ഒരു സആദത്തുമില്ല, ഒരു സൗഭാഗ്യവുമില്ല എന്ന് മനസ്സിലാക്കലാണ് ഒരുവന്റെ സആദ, അവന്റെ സൗഭാഗ്യം. അത് മനസ്സിലാക്കിയവനാണ് ഈ ലോകത്തും പരലോകത്തും സമാധാനമുള്ളത്. അല്ലാത്തവൻ ഹൈറത്തിലാണ്, അന്താളിപ്പിലാണ്, അവന് സമാധാനമില്ല. കാരണം അവന്റെ കാര്യമൊക്കെ അവന്റെ കയ്യിലാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്, ആളുകളുടെ കയ്യിലാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവനങ്ങനെ സമാധാനം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവുകയും. എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എൻ്റെ റബ്ബാണ്, അവനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യാവൂ എന്ന് മനസ്സിലാക്കിയവനാണ് എല്ലാ സമാധാനവും ഉള്ളത്. അനി അബ്ദുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, അതിൻ്റെ എതിര് നിങ്ങൾ ചെയ്യാതിരിക്കൂ. അതെന്താണ്? അള്ളാഹുവിൽ പങ്കുചേർക്കുക. അള്ളാഹുവിൻ്റെ മുഴുവൻ അംബിയാവും അവരുടെ ഖൗമിനോട് പറഞ്ഞത് ഇതാണ്: വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ ഖൗമിലേക്കും നാം നബിമാരെ അയച്ചു. അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ എന്ന് പറയാൻ. വജ്തനിബു, നിങ്ങൾ ഒഴിവാക്കൂ എന്ന് പറയാൻ. അത്താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവരെ നിങ്ങൾ ഒഴിവാക്കൂ എന്ന് പറയാനാണ് മുഴുവൻ അംബിയാഇനെയും നാം അയച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും നല്ല വാക്ക് ഇതാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളില്ല. വഹ്ദഹു, അവൻ മാത്രം. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. തഅക്കീദും ബഅദ തഅക്കീദ്, ഉറപ്പിച്ചു പറയുന്നു, വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര എത്ര തവണ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഇത് ആവർത്തിക്കുന്നു. ഓരോ വുദൂഇനു ശേഷവും അവൻ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. എത്ര തവണയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതാ മസ്ജിദുകളുടെ അദാൻ എല്ലാ ദിവസവും 5 തവണ നമ്മൾ കേൾക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അദാനിൽ എത്ര തവണയുണ്ട്? വീണ്ടും ഇഖാമത്തിൽ, അതാ നിസ്കാരത്തിൽ, അത്തഹിയാത്തിൽ, അതിനുശേഷം അദ്കാറുകളിൽ എല്ലാം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം അതാണ് അനി അബ്ദുല്ലാഹ്. അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, അവന് പുറമെ ഒരാളെയും നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ലാ മലകം മുഖറബ വല നബിയ്യം മുർസല. അള്ളാഹു അയച്ച ഒരു റസൂലിനെ ആകട്ടെ, അള്ളാഹുവിനോട് അടുത്ത ഒരു മലക്കിനെ ആകട്ടെ, പിന്നല്ലേ ബാക്കിയുള്ള ആളുകൾ, പിന്നല്ലേ പേരറിയുന്നവരും പേരറിയാത്തവരുമായ ഔലിയാക്കൾ, പിന്നല്ലേ ശൈഖ് മുഹയ്യിദ്ദീൻ. അള്ളാഹുവിന്റെ അംബിയായിനെ ഇബാദത്ത് ചെയ്യരുത്, അള്ളാഹുവിന്റെ മലായികത്തിനെ ഇബാദത്ത് ചെയ്യരുത്. അനി അബ്ദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. വത്തഖൂഹു, അവനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇബ്നു കസീർ പറഞ്ഞു: ഐ ഉത്റുകൂ മഹാരിമഹു വജ്തനിബൂ മആസിമഹു. വത്തഖൂഹു എന്ന് പറഞ്ഞാൽ അവനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഹറാമാക്കിയത് നിങ്ങൾ വെടിയുക, അവൻ കുറ്റമുണ്ടെന്ന് പറയുന്നത്
അവൻ നിങ്ങളെ പാപിയാക്കുമെന്ന് പറഞ്ഞ കാര്യം ഒഴിവാക്കുക. മറിച്ച് അവൻ്റെ ഹുബ്, അവൻ്റെ റിദ, അതിനാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളതുപോലെ, അള്ളാഹു പറയാൻ പറഞ്ഞിട്ടുള്ളതുപോലെ, ഖുൽ ഇന്ന സലാത്തി വനുസുകി, എൻ്റെ നിസ്കാരവും എൻ്റെ ബലിയും, വമഹ്യായ എൻ്റെ ജീവിതവും, വമമാതി എൻ്റെ മരണവുമെല്ലാം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ്. ലാ ശരീക ലഹു, അവനിലൊരു പങ്കുകാരനുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ജീവിതം റബ്ബിനു വേണ്ടി മാത്രമാണ്, വേറെ ആൾക്കും വേണ്ടിയല്ല. എൻ്റെ നിസ്കാരം എൻ്റെ റബ്ബിനു വേണ്ടി മാത്രമാണ്. ഞാൻ ബലിയെറുക്കുന്നത് റബ്ബിനു വേണ്ടി മാത്രമാണ്, മറ്റൊരാൾക്ക് വേണ്ടിയുമല്ല. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാനാണ് മുസ്ലിമീങ്ങളിൽ മുമ്പൻ എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനുള്ള ഇബാദത്താണ് മുസ്ലിമീങ്ങളുടെ ജീവിതം. മുസ്ലിമീങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണ്, അല്ലാഹു മുസ്ലിമീങ്ങൾ അവരോട് പറയാൻ പറഞ്ഞു. എന്താണ്? ഇതാ ഞങ്ങളുടെയും നിങ്ങളുടെയും ഇലാഹു ഒന്നാണ്, ഞങ്ങളുടെയും നിങ്ങളുടെയും ഇലാഹു ഒന്നാണ്. അവനാണ് നമ്മെ രണ്ടു കൂട്ടരെയും പടച്ചിട്ടുള്ളത്. എന്നാൽ വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങൾ അവന് ഖലാസുള്ളവരാണ്. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ന് നസ്രാനികളോട് യഹൂദികളോട് പറയാൻ അള്ളാഹു കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങളെ ഇബാദത്ത് ചെയ്യൂ. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അനിഅ്ബുദുല്ലാഹ വത്തഖൂഹു വഅതീഊൻ, വഅതീഊൻ എന്നെ നിങ്ങൾ അനുസരിക്കുക. ഫീമാ ആമുറുക്കും ബിഹി വഅൻഹാകും അൻഹു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യത്തിൽ, ഞാൻ നിങ്ങളോട് വിരോധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നെ അനുസരിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞില്ലേ, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യ. ഉപ്പ, നിങ്ങൾക്ക് കിട്ടാത്ത ഒരു ഇൽം അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഫത്തബിഅനി, എന്നെ നിങ്ങൾ പിൻപറ്റൂ. അഹ്ദിക, ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. സിറാത്തൻ സവിയ്യ, നേരായ മാർഗം ഏതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അള്ളാഹുവിൻ്റെ അംബിയായിനെ പിൻപറ്റിയാലല്ലാതെ രക്ഷയില്ല. മറ്റൊരു നേതാവും നമ്മെ രക്ഷിക്കുകയില്ല, ഒരാളും നമ്മെ രക്ഷിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മൾ രക്ഷിക്കുക. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലാണോ നമ്മൾ എങ്കിൽ മാത്രം. അള്ളാഹു അതിനാണ് അവൻ്റെ റസൂലുകളെ അയച്ചിട്ടുള്ളത്. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله. وبريوا نبيه هذه سبيلي قل إذا الله إن مارقم وأن هذا صراطي مستقيما إذا الله إن مستقيما يا مارقم فاتبعوه അതുകൊണ്ട് നിങ്ങൾ ഇത് പിൻപറ്റൂ. ولا تتبعوا السبل, ഇതല്ല മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ذلكم وصاكم به, അതാണ് അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകുന്ന കാര്യം. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഖുൽ, പറയൂ നബി, ഹാദിഹി സബീലി, ഇതാകുന്നു എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുലേക്ക് വിളിക്കുന്നു, എന്നിലേക്കല്ല. അലാ ബസീറത്തിൻ, വ്യക്തമായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ, ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ. അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ആ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരിക്കലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അംബിയായിനെ അനുസരിക്കുക എന്നതാണ് സൗഭാഗ്യത്തിൻ്റെ മാർഗം. അനിഅ്ബുദുല്ലാഹ വത്തഖൂഹു വഅതീഊൻ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വത്തഖൂഹു, അവനെ സൂക്ഷിക്കുക, വഅതീഊൻ, എന്നെ അനുസരിക്കുക. ഇതിൻ്റെ ഫലം പരലോകത്ത് മാത്രമല്ല, ഇതിൻ്റെ ഫലം പരലോകത്ത് മാത്രമായിരുന്നെങ്കിൽ കൂടി ഇത് തന്നെയാണ് അനുസരിക്കേണ്ടത്. കാരണം എന്താ? അതാണ് വലുത്, അതാണ് തീർന്നു പോകാത്ത ലോകം. ഇത് അവസാനിക്കുന്ന ലോകമാണ്. ഇവിടെയുള്ളത് തീർന്നു പോകും, ഇവിടെയുള്ളത് നശിച്ചു പോകും. ഇവിടെയുള്ള ആകാശമോ ഭൂമിയോ ശാശ്വതമല്ല, ഇവിടെയുള്ള ഒന്നും ശാശ്വതമല്ല. ഇവിടുത്തെ സമ്പത്ത് ശാശ്വതമല്ല, ഇവിടുത്തെ സൗന്ദര്യം ശാശ്വതമല്ല, ഇവിടുത്തെ തറവാടോ ഇവിടുത്തെ സുഖങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ശാശ്വതമല്ല, നിലനിൽക്കുന്നതുമല്ല.
ഒരാളടുത്ത് നിൽക്കുകയില്ല, നീങ്ങിപ്പോകും. ഒരാളുടെ അടുത്ത് തന്നെ എല്ലാ കാലവും നിൽക്കുകയില്ല, നീങ്ങിപ്പോയേക്കും. നസ്അലുല്ലാഹൽ ആഫിയ. അതുകൊണ്ട് പരലോകത്ത് മാത്രമേ ഇതിന്റെ ഉപകാരമുള്ളൂ എങ്കിൽ കൂടി ഇതനുസരിക്കേണ്ടത് നിർബന്ധമാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ ലോകത്ത് തന്നെ ഇതിന്റെ ഉപകാരമുണ്ട്. അതാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ ലൗ കുൻതും തഅലമൂൻ. യഗ്ഫിർ ലക്കും, ഇവിടെ നോക്ക്, അല്ലാഹു യഗ്ഫിർ ലക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, യഗ്ഫിറു ലക്കും എന്നല്ല. റാഇന് ദമ്മ് നൽകാതെ സുക്കൂന് നൽകിയിരിക്കുന്നു. യഗ്ഫിർ ലക്കും എന്ന് പറഞ്ഞാൽ അത് മറ്റേതിന്റെ ജവാബാണ്. അതുകൊണ്ടാണ് തൊട്ടു മുമ്പ് പറഞ്ഞ ഷർത്തിന്റെ നിബന്ധനയുടെ ഉത്തരമാണിത്. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ, അവനെ സൂക്ഷിച്ചാൽ, അള്ളാഹുവിന്റെ നബിയെ നിങ്ങൾ അനുസരിച്ചാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അത് ചെയ്താൽ ഇത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ. യഗ്ഫിർ ലക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തരും. ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകൾ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് പുറത്തു തരും. ദംബിന്റെ ജമാണ് ദുനൂബ്, തെറ്റുകൾ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, അവൻ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. ഈമാൻ കൊണ്ട് തന്നെ അള്ളാഹു പുറത്തു തരുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു പുറത്തു തരുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബന സയ്യിആത്ത്, അള്ളാഹു പറഞ്ഞു നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കി കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ മസ്തതഅത വഅത്ബിഇ السيئة الحسنة തംഹുഹാ വഖാലിഖ الناس بخلق حسن. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക. വഅത്ബിഇ السيئة الحسنة തംഹുഹാ, ഒരു തെറ്റ് നിന്റെ അടുത്ത് പറ്റിപ്പോയാൽ ഉടനെ ഒരു നന്മ നീ അതിന്റെ പിന്നാലെ ചെയ്യുക. തംഹുഹാ, എങ്കിൽ ആ നന്മ ഈ തിന്മയെ മായ്ച്ചു കളയും. വഖാലിഖ الناس بخلق حسن, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ നീ പെരുമാറുകയും ചെയ്യും. ജനങ്ങൾ നിന്നോട് എങ്ങനെയാണോ പെരുമാറാൻ നീ ആഗ്രഹിക്കുന്നത് അതുപോലെ അവരോട് പെരുമാറുക. അതാണ് ഖുലുഖുൻ ഹസൻ, നല്ല സ്വഭാവം. 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹത്തായ ഹദീസിൽ പറഞ്ഞു. നീ എവിടെയായിരുന്നാലും റബ്ബിനെ സൂക്ഷിക്കുക. 2, തെറ്റു പറ്റിപ്പോയോ, എത്ര സൂക്ഷിച്ചാലും മനുഷ്യനാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ മക്കളെല്ലാം ഖത ധാരാളമായി പറ്റുന്നവരാണ്, അബദ്ധം ഒരുപാട് പറ്റുന്നവരാണ്. ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, അബദ്ധം പറ്റുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. അതിൽ മുസിറാവരുത് നീ, അതിൽ ഉറച്ചുപോയവനാവരുത് നീ, അതിൽ തുടരുന്നവനാകരുത് നീ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, الذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله واستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല മുഅ്മിനുകൾ ആരാണ്? അവർ ഇദാ ഫഅലു ഫാഹിഷ, ഒരു മ്ലേച്ഛമായ മോശമായ കാര്യം അവർ ചെയ്തു പോയാൽ, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ അവരോട് തന്നെ ദുൽമു ചെയ്തു പോയാൽ, നമ്മൾ ചെയ്യുന്ന തെറ്റെല്ലാം നമ്മോട് തന്നെയുള്ള അക്രമമാണ്. അതിന്റെ ഷർറ് ആദ്യം ഉണ്ടാകുന്നത് നമുക്കാണ്, ഈ ലോകത്ത് ആദ്യം, പിന്നെ പരലോകത്തും. നമ്മുടെ തെറ്റുകളുടെ ഷർ, അതിന്റെ അനന്തരഫലം ഉണ്ടാകുന്നത് നമുക്ക് തന്നെയാണ്, ആദ്യം ഈ ലോകത്തും പിന്നെ പരലോകത്തും. അങ്ങനെ വല്ലതും പറ്റിപ്പോയാൽ ദക്കറുല്ലാഹ്, നല്ല ആളുകളാണോ അവൻ അള്ളാഹിനെ ഓർക്കും, റബ്ബിന് ഓർമ്മ വരും ആ സമയത്ത്. വസ്തഗ്ഫറു, എന്നിട്ട് അവൻ വസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ തെറ്റുകൾക്ക് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, തെറ്റുകൾ പുറത്തു തരാൻ ആരുണ്ട്? അള്ളാഹു അല്ലാതെ. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, ചെയ്തു പോയാൽ അവർ ഇസ്റാർ നടത്തുകയില്ല, അതിൽ തന്നെ തുടരുകയില്ല, അതിൽ നിന്ന് അവൻ മടങ്ങും. കാരണം ഒരു അബദ്ധത്തിൽ നിന്ന് മടങ്ങുക എന്നതാണ് ഖൈർ, അതിൽ നിൽക്കുക എന്നതല്ല. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല, ചെയ്തു പോയില്ല ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്നാണ്. ഞാൻ ഏതായാലും അങ്ങനെയായി, ഇനിയിപ്പോൾ ഇന്ന് മാറണ്ട, എനിക്ക് കഴിയില്ല എന്നൊക്കെയാണ് ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. അല്ല, നീ അങ്ങനെ നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ അടഞ്ഞുപോയി എന്ന് നീ വിചാരിക്കരുത്. ഓരോ തവണ മസ്ജിദിലേക്ക് കയറി വരുമ്പോഴും
അത് തുറന്നു തരാനാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ നീ എനിക്ക് തുറന്നു തരണമേ. എന്നിട്ട് അവൻ ഇബാദത്ത് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, അല്ലാഹുവേ നിന്റെ ഫദ്ൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇബാദത്ത് നിനക്ക് ദുനിയാവ് തുറന്നു കിട്ടാൻ കാരണമാകും എന്നതിൽ ഇതിൽ സൂചനയുണ്ട്. കാരണം ഇബാദത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്തിനാണ് ചോദിക്കുന്നത്? അള്ളാഹിന്റെ ഫദ്ലിനാണ്. നോക്കൂ, ജുമുഅ കഴിഞ്ഞപ്പോൾ അള്ളാഹു എന്താണ് പറഞ്ഞത്? ജുമുഅ കഴിഞ്ഞാൽ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങി അള്ളാഹിന്റെ ഫദ്ൽ അന്വേഷിച്ചോളൂ. അതെന്താണ്? റിസ്ഖാണ്. അപ്പൊ ഇബാദ അള്ളാഹുവിന്റെ ഫദ്ൽ, അവന്റെ ഫദ്ലാണ് നിനക്ക് കിട്ടിയ റിസ്ഖല്ല. നിന്റെ സമ്പാദ്യം അത് അള്ളാഹിന്റെ റിസ്ഖാണ്, അവൻ തന്ന ഫദ്ലാണ്. നീ വിചാരിക്കരുത് അത് നിന്റെ കയ്യിലാണ്, അത് ആളുകളുടെ കയ്യിലാണെന്ന് വിചാരിക്കരുത്. റബ്ബിന്റെ കയ്യിലാണ്. അവനാണ് അത് തുറന്നു തരുന്നത്. അവൻ ഉദ്ദേശിച്ചാൽ അത് അടച്ചു കളയും. നസ്അലുല്ലാഹൽ ആഫിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളെ കുറിച്ച് പറയുകയാണ്, അത് അവർ തുടരുകയില്ല, തെറ്റിൽ തുടരുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റിപ്പോയാൽ നീ ഉടനെ ഒരു നന്മ ചെയ്യുക, എന്നിട്ട് ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. കാരണം പരലോകത്ത് അതുപോലെ തുലാസിൽ, നന്മയുടെ തുലാസിൽ ഭാരമേറുന്ന വേറൊരു കാര്യമില്ല എന്നാണ്. സൽ സ്വഭാവം പോലെ പരലോകത്ത് നന്മയുടെ തുലാസിൽ ഭാരമേറുന്ന ഒരു കാര്യവുമില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഖുലുഖിന്റെ ആളുകളാക്കി നമ്മെ മാറ്റുമാറാകട്ടെ. അതിൽ വലിയ ഘടകം നമ്മുടെ ലിസാനാകുന്നു, നാവാകുന്നു. അത് അടക്കി വെച്ചാൽ തന്നെ നമ്മുടെ ഖുലുഖ് വളരെ നന്നാകും. കാരണം ഒരു കവി പാടിയിട്ടുള്ളതുപോലെ ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു, ഒരു മനുഷ്യന്റെ പകുതി അവന്റെ കൽബും ബാക്കി പകുതി അവന്റെ നാവുമാണ്. ബാക്കി പിന്നെ ലഹ്മും ദമ്മും അല്ലാതെ വേറെന്താണ്? ബാക്കിയുള്ളത് വെറും ചോരയും ഇറച്ചിയും മാത്രമാണ്. പകുതി കൽബും ബാക്കി പകുതിന്റെ നാവുമാണ്. കാരണം ആളുകൾ വിലയിരുത്തേണ്ടത് അതുകൊണ്ടാണ്. നമുക്കൊരാളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്, അവന്റെ സംസാരവും ഇടപാടുകളും കൊണ്ടാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു. തിന്മ പറ്റിപ്പോയാലുടനെ നന്മ ചെയ്യുക, കാരണം അത് ഇതിനെ മായ്ച്ചു കളയും. പക്ഷേ അത് ചെറിയ തിന്മകളെ കുറിച്ചാണ്, ചെറിയ തെറ്റുകളെ കുറിച്ചാണ്. വൻപാപങ്ങൾ, എന്താണ് വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ? കബായിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ ഏതു പാപവും, പരലോകത്ത് ശിക്ഷയുണ്ട്, അള്ളാഹിന്റെ ലഅനത്തുണ്ട്, നരകമുണ്ട് എന്നൊക്കെ എടുത്തു പറഞ്ഞ ഏതു പാപവും അത് വൻപാപമാണ്. അള്ളാഹുവോ അവന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ള ഏതു പാപവും വൻപാപമാണ്. ദുനിയാവിൽ ഹദ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, അത് ചെയ്താൽ ഇസ്ലാമിക രാജ്യത്താണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ ഭരണകൂടത്തിന്റെ ശിക്ഷ അയാൾക്കുണ്ടാകും, കൈമുറിക്കും, അതുപോലത്തെ ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള ഏതു പാപവും വൻപാപമാണ്. അതല്ലാത്തതുണ്ട് ചെറിയ ചെറിയ പാപങ്ങൾ. വൻപാപങ്ങളും ചെറിയ പാപങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറത മഅൽ ഇസ്തിംറാർ. ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറത മഅൽ ഇസ്തിംറാർ. ഇസ്തിഗ്ഫാറിന്റെ കൂടെ ഒരു വൻപാപവുമില്ല. ഇസ്തിഗ്ഫാർ നടത്തിയാൽ എല്ലാ വലുതും ഇല്ലാതെയായി പോകും. ഇസ്തിംറാർ നടത്തിയാൽ, തുടരെ 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 ചെയ്താൽ പിന്നെ ഒരു പാപവും ചെറിയ പാപമല്ല. എന്താ കാരണം? ഇന്നൽ ജിബാല മിനൽ ഹസ. ഒരു കവി പാടിയിട്ടുണ്ട്, വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടായിട്ടുള്ളത് ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടാണ്. വലിയ പാപങ്ങളായത് മാറിത്തീരും. അതുകൊണ്ട് ഇതാണ് ചെറിയ പാപവും വൻപാപവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. വൻപാപങ്ങൾ അത് ഒരുവൻ അതിൽ നിന്ന് അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി അതിൽ നിന്ന് ഒഴിവായാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും. ചെറിയ പാപങ്ങളാകട്ടെ ആളുകൾ നിസാരമാക്കി എന്നിട്ടത് തുടർന്നാൽ വലിയ ശിക്ഷ ഉണ്ടാവും, വലുതാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വമുഹഖിറാത്തിദ് ദുനൂബ്. തെറ്റുകളെ ഹഖീറാക്കി കളയുന്ന, നിസാരമാക്കി കളയുന്നതിന് നിങ്ങൾ സൂക്ഷിച്ചോളൂ. തെറ്റുകളെ ഒരാളെ നിസാരമാക്കി കളയാവുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. കാരണം അത് കൂട്ടിവെച്ചാൽ വലുതാകുക എന്നതുപോലെയാണത്, വളരെ വളരെ വലുതായി പോകും. ചെറിയ പാപങ്ങൾ നമ്മുടെ നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു അത് പുറത്തു തരും. പക്ഷെ വൻ പാപങ്ങളാണോ അതിന് പ്രത്യേകം അള്ളാഹുവിനോട് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ധാരാളമായി നടത്തണം, അവനോടത് ഏറ്റുപറയണം, അവനോടത് ഏറ്റുപറഞ്ഞ് ദുആ ചെയ്യണം. അതിനോട് കൽബിൽ വെറുപ്പ് വേണം, നമ്മൾ ആ ചെയ്തു പോയതിനോട് കൽബിൽ ഖേദം വേണം.
കൽബിൽ അതിനോട് ആസ്വാദനം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളവൻ്റെ തൗബ ശരിയാവില്ല. മനസ്സിലായോ? ഇവരതിന് തൗബ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവൻ കൽബിൽ ഇപ്പോഴും ആ ചെയ്തത് അവൻ ആസ്വദിക്കുകയാണ്. ആ ചെയ്തതിൽ അവൻ രസം കൊള്ളുകയാണെങ്കിൽ തൗബ ശരിയായിട്ടില്ല. വളരെ അപകടമാണ്. കാരണം പിന്നെ അതിൽ ചാടാൻ സാധ്യതയുണ്ട്. അത് അള്ളാഹിനോട് ദുആ ചെയ്യല്ലാതെ ഒരു വഴിയുമില്ല കൽബ് നന്നാക്കി തരാൻ. നമ്മുടെ ഖുലൂബ് അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ കൽബിനെ മോശമാക്കി കളയും, അതിനെ വൃത്തികേട് ആക്കി കളയും. നമ്മുടെ പഴയ പാപങ്ങൾ നമുക്ക് പിന്നീട് ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കി കളയും. അതുകൊണ്ട് റബ്ബിനോട് നന്നായി ദുആ ചെയ്യുകയല്ലാതെ മാർഗമില്ല. പാപങ്ങളുടെ ആധാർ വളരെ വലുതാണ്. വലിയ ഫലങ്ങൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടാവും. നഊദു ബില്ലാഹ്. അത്രയും മ്ലേച്ഛമാണ് പാപങ്ങൾ. അള്ളാഹു ഹറാമാക്കിയാൽ, അള്ളാഹു ഒരു കാര്യം വെറുത്താൽ അതിൻ്റെ അസർ ചെറുതായിരിക്കും നിങ്ങൾ വിചാരിക്കരുത്. വലിയ അസറാണ് അതിനെ കൊണ്ടുണ്ടാവുക. നമ്മൾ തന്നെ തിരിച്ചറിയാതെ ചില സ്വഭാവങ്ങൾ നമ്മൾ കടന്നുകൂടിയിട്ടുണ്ടാവും. ഖൽബിൽ അതിനോട് വെറുപ്പുണ്ടാവുകയില്ല. ഇതെല്ലാം അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ നമുക്ക് മുന്നിൽ അടക്കപ്പെടുന്ന കാര്യങ്ങൾ അയക്കാൻ സാധ്യതയുണ്ട്. അവൻ നമ്മെ കൈവിടാൻ സാധ്യതയുണ്ട് പാപങ്ങൾ കൊണ്ട്. നമുക്കും റബ്ബിനുമിടയിൽ, നമ്മുടെ കൽബിനും റബ്ബിനും ഇടയിൽ മറയായി തീരാൻ സാധ്യതയുണ്ട് പാപങ്ങൾ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നന്നായി നടത്തുക. കൽബിന് അതിനോട് വെറുപ്പുണ്ടാവുക. അള്ളാഹു എൻ്റെ റബ്ബ് വെറുക്കുന്നതിനെ ഞാനും വെറുക്കും എന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഇതിനെ അതിലേക്ക് തിരിച്ചു പോവുകയില്ല എന്നൊരുവൻ കൽബിൽ തീരുമാനിക്കുക. തൗബ ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിലുണ്ടാകണം. തൗബ ചെയ്യുമ്പോൾ ഒരിക്കലും അത് പിന്നെയും ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ട് തൗബ ചെയ്താൽ അവൻ്റെ തൗബയല്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. ആത്മാർത്ഥമായി തൗബ ചെയ്യും. ഇനി ഒരാളങ്ങനെ ചെയ്തു പോയി, എന്നിട്ട് ഇങ്ങനെ തൗബയും ചെയ്തു, അതിനുശേഷം വീണ്ടും അവൻ തെറ്റ് ചെയ്തു പോയി, എന്താണ് അവൻ ചെയ്യേണ്ടത്? അവൻ നിരാശപ്പെടരുത്. അവൻ വീണ്ടും തൗബ ചെയ്യണമുണ്ട്. സംശയമില്ല. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് എന്നിട്ട് പിന്നെയും പറ്റിപ്പോയാലോ, എന്താണ് പിന്നെ മാർഗം? പിന്നെ പോയി ആത്മഹത്യ ചെയ്യല്ല. പിന്നെയുള്ള മാർഗം വീണ്ടും തൗബ ചെയ്യലാണ്. സംശയമല്ല. നീ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക. ശൈത്താനെ നീ അങ്ങനെ നിരാശനാക്കുക. കാരണം നിനക്ക് പുറത്തു തരുന്നൊരു റബ്ബുണ്ട്, വീണ്ടും വീണ്ടും പുറത്തു തരുന്ന റബ്ബുണ്ട്. ശൈത്താനെ നീ നിരാശനാക്കുക, വീണ്ടും ഇസ്തിഗ്ഫാർ നടത്തുക. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർണ്ണമായി ഒഴിവാക്കാൻ നിനക്ക് ഭാവിയിൽ തൗഫീഖ് നൽകിയേക്കും. തൗബ ചെയ്യുമ്പോൾ ഒരിക്കലും അതിൽ തിരിച്ചു പോകാൻ ഉള്ള മോഹം ഉണ്ടാകാൻ പാടില്ല, തിരിച്ചു പോകണമെന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഇല്ലാതെ, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലാതെ ഇസ്തിഗ്ഫാറും തൗബയും നടത്തി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി ശേഷം പിന്നെയും ശൈത്താന്റെ പ്രേരണ കൊണ്ട് ആ തെറ്റിൽ പെട്ടുപോയി, എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ഇസ്തിഗ്ഫാർ നടത്തുക, വീണ്ടും തൗബ ചെയ്യുക, ഖൽബ് നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊണ്ട്, അമലു സ്വാലിഹാത്ത് കൊണ്ട് തന്നെ ഒരുപാട് പാപങ്ങൾ പുറത്തു തരും. അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. പരലോകത്ത് തന്റെ ഏടിൽ, തന്റെ അമലുകൾ രേഖപ്പെടുത്തപ്പെട്ട ഏടിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ കണ്ടെത്തിയവൻ, അതിൽ നോക്കുമ്പോൾ എന്തുണ്ട്? ഒരുപാട് ഇസ്തിഗ്ഫാർ ഉള്ളവന് തൂബ, അവനാണ് ആശംസകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റബ്ബിഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا اغفر لنا وتب علينا إنك أنت التواب الغفور نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പുറത്തു തരും. വയു അഖിറുക്കും, അവൻ നിങ്ങൾക്ക് തഅഖീർ നൽകും. തഅഖീർ എന്നാൽ സമയം നീട്ടി നൽകും. അഖറ എന്നാൽ നീട്ടിക്കൊടുക്കുക, അവധി നൽകുക. വയു അഖിറുക്കും ഇല അജലിൻ മുസമ്മ, ഇല അജൽ ഒരവധി വരേക്കും, മുസമ്മൻ ഒരു നിശ്ചയിക്കപ്പെട്ട, ഒരു പേര് പറയപ്പെട്ട അവധി വരേക്കും അള്ളാഹു നിങ്ങൾക്ക് നീട്ടി നൽകും. അള്ളാഹിന്റെ നിഅമത്താണ് സമയം നീട്ടി കിട്ടുക എന്നുള്ളത്. പെട്ടെന്ന് അള്ളാഹു നമ്മെ പിടിച്ചില്ല, അമൽ വർദ്ധിപ്പിക്കാം. ആയുസ് കൂടുകയും എന്നിട്ട് അമൽ നന്നാവുകയും ചെയ്താൽ അവൻ ഭാഗ്യവാനാണ്. ഭാഗ്യം കെട്ടവൻ ആരാണ്? ആയുസ് കൂടുകയും എന്നിട്ട് അമൽ മോശമായി പോവുകയും ചെയ്തവൻ. സുബ്ഹാനല്ലാഹ്. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ, അതിൽ നമുക്ക് സങ്കടം കാണും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ പ്രസിദ്ധമായ നൂനിയ അൽ കാഫിയത്തു ഷാഫിയ എന്ന ഷിഅറിൽ, കവിതയിൽ പാടിയിട്ടുള്ളതുപോലെ, വല്ലാഹി ലൗ അന്നൽ ഖുലൂബ സലീമത്തുൻ
لتقطعت أسفا من الحرمان لكنها سكراء بحب حياتها الدنيا وسوف يفيق بعد زمان والله لو أن القلوب سليمة لتقطعت أسفا من الحرمان لكنها سكراء بحب حياتها الدنيا وسوف يفيق بعد زمان والله الله أنا لو أن القلوب سليمة قلب നല്ല കൽബായിരുന്നുവെങ്കിൽ സലീമായ രക്ഷപ്പെട്ട കൽബായിരുന്നുവെങ്കിൽ لتقطعت أسفا من الحرمان നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളെ ഓർത്ത് ചെയ്തു പോയ സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, ഹെർമാനാണല്ലോ എനിക്ക്, ഞാനത് തടയപ്പെട്ടവനായല്ലോ എന്നതിനെ ഓർത്ത് കൽബ് പൊട്ടി പൊട്ടി കഷ്ണം കഷ്ണമായേനെ. നല്ല കൽബായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വേദന വേണം. എത്ര സമയങ്ങൾ നമ്മൾ ഇത് കഴിഞ്ഞുപോയി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിക്കാതെ, അവന് ഇഷ്ടപ്പെട്ട ഒരു അമൽ നമ്മൾ ചെയ്യാതെ എത്ര സമയം കഴിഞ്ഞുപോയി എന്നതിനെ ഓർത്ത് കൽബ് വേദനിച്ചാണ് നല്ല കൽബായിരുന്നെങ്കിൽ. ലകിന്നഹ സക്ര, പക്ഷെ അതുപോലും തോന്നാത്ത എന്തുകൊണ്ടാണ്? അതൊരു സക്രത്ത്, ലഹരി ബാധിച്ചതുകൊണ്ടാണ്. എന്താണ് ആ ലഹരി? ബിഹുബ്ബി ഹയാതിഹ ദുനിയ, ഈ നിസാരമായ ദുനിയാവിലെ ജീവിതത്തോടുള്ള ഹുബ്ബ് കൊണ്ടത് ലഹരി ബാധിച്ചതായിരിക്കുന്നു. വസൗഫ യുഫീഖു ബഅദ സമാനി, ഒരു കാലത്തിന് ശേഷം, ഒരു കാലം കഴിഞ്ഞാൽ അതിന് ജീവൻ വെക്കും, അതെണീക്കും. ഉറക്കത്തിൽ നിന്ന്, മയക്കത്തിൽ നിന്ന്, ലഹരിയിൽ നിന്നത് എഴുന്നേൽക്കും. പക്ഷെ അന്ന് എണീച്ചിട്ട് എന്ത് കാര്യമാണ്? അന്ന് ഖേദിച്ചിട്ട് എന്ത് കാര്യമാണ്? റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ തിരിച്ചു പോകാൻ റബ്ബിനോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അന്നതൊരു വെറും വാക്കായി തീരും, അള്ളാഹു തിരിച്ചു മടക്കുകയില്ല. വലാ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ. ഇന്ന അജലല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ അജൽ, അവൻ നിശ്ചയിച്ച സമയം, ഇദാ ജാഅ, അത് വന്നാൽ ലാ യുഅഖർ, പിന്നെ അത് അങ്ങോട്ട് നീട്ടപ്പെടുകയില്ല, പിന്നെ അവധി കിട്ടുകയില്ല. ലൗ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, ഇൽമുള്ളവരാണെങ്കിൽ നിങ്ങളിത് ചിന്തിക്കണം, നിങ്ങളിത് മനസ്സിലാക്കണം എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ഇലാ അജലിൻ മുസമ്മ വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മ എന്ന് പറഞ്ഞാൽ യുമിദ്ദു ഫീ അഅമാലിക്കും വയദ്റഉ അൻകുമുൽ അദാബ അല്ലദീ ഇല്ലം തൻസജിറു അമ്മാ നഹാകും അൻഹു ഔഖഅഹു ബിക്കും. അള്ളാഹു നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരും, പെട്ടെന്ന് ശിക്ഷ വരികയില്ല. എന്നാൽ ഈ കൽപ്പനയോട്, എന്നെ അനുസരിക്കുന്നതിന് നിങ്ങൾ പിന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിൽ വീഴും. ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ ലൗ കുൻതും തഅലമൂൻ. അള്ളാഹുവിന്റെ അവധി എത്തിയാൽ പിന്നെ സമയം നീട്ടി കിട്ടുകയില്ല. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്തു ചെയ്യണം? ബാദിറു ബിത്താഅ ഖബ്ല ഹുലൂലിൻ നിഖ്മ. അവന്റെ ശിക്ഷ വരുന്നതിന് മുമ്പ്, കെടുതി വരുന്നതിന് മുമ്പ് വേഗം അനുസരണയുമായി മുന്നോട്ട് പോകൂ, ധിക്കാരവുമായി പിന്നോട്ട് പോകല്ലേ. അള്ളാഹുവിനെ, അവന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കൂ. കാരണം അള്ളാഹുവിന്റെ അദാബ് വന്നാൽ ലാ യുറദ്ദു വലാ യുമാന, അത് തടുക്കാൻ, അത് പിടിച്ചു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം ഫഇന്നഹുൽ അളീമുൽ ലദീ ഖഹറ കുല്ല ശൈ, എല്ലാത്തിന്റെയും അധിപതിയായവനാണ് റബ്ബ്. അൽ അസീസുൽ ലദീ ദാനത് ലിഇസ്സതിഹി ജമീഉൽ മഖ്ലൂഖാത്ത്, എല്ലാ പടപ്പുകളും അവന്റെ ഇസ്സത്തിനു മുന്നിൽ താണിരിക്കുന്നു. ഏതാകാശമാണ് നമുക്ക് തണൽ വിരിച്ചു തരിക? ഏത് ഭൂമിയാണ് നമ്മെ ഏറ്റെടുക്കുക? എവിടെ പോയാണ് നമ്മൾ ഒളിക്കുക? അള്ളാഹുവിന്റെ അദാബ് വന്നാൽ എവിടെയും പോകാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അദാബ് വന്നാൽ എവിടെയും പോയി രക്ഷപ്പെടുവാൻ നമുക്ക് സാധ്യമല്ല. എത്ര മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും, എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും, അങ്ങനെ മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ഇത് ഇക്കാലത്ത് രക്ഷപ്പെടണ്ടേ? എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ അദാബ് വന്നാൽ അത് തടുത്തു നിർത്താനുള്ള ഒരു ഉപകരണം എവിടെ? ആരാണ് നമുക്ക് കണ്ടുപിടിച്ചു തരിക? സാധ്യമല്ല. നിസ്സഹായനാണ്, ദഈഫാണ്. അവന്റെ കിബിർ മാത്രമേ ഉള്ളൂ വലുതായിട്ട്. കിബിർ മാത്രമാണ് നിറഞ്ഞിട്ടുള്ളത്, ബാക്കി ഒന്നും, കിബിറിന് മാത്രമേ ശക്തിയുള്ളൂ, അവന് യാതൊരു ശക്തിയില്ല. അതാണ് മനുഷ്യന്റെ അവസ്ഥ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ഖൗമിനോട് പറഞ്ഞത് അള്ളാഹുവിനോട് പിന്നീട് പറഞ്ഞു. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ
فلم يزدهم دعائي إلا فرارا وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا ثم إني دعوتهم جهارا باكندان ثم إني أعلنت لهم وأسررت لهم إسرارا فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا نوح عليه الصلاة والسلام പറയുന്നു അവിടുന്ന് പറഞ്ഞു قال ربي എൻ്റെ റബ്ബേ ഇന്നി ദഅവ്തു ഖൗമി ഞാൻ എൻ്റെ ഖൗമിനെ വിളിച്ചു അവരോട് ഞാൻ ദഅവത്ത് നടത്തി ലൈലൗ വനഹാറ രാവും പകലും രാത്രിയോ രാവിലെയോ ഇരുട്ടത്തോ വെളിച്ചത്തോ എന്ന വ്യത്യാസമില്ലാതെ ഞാൻ എൻ്റെ ഖൗമിനെ നിന്നിലേക്ക് വിളിച്ചു ഇബ്നു കസീർ പറഞ്ഞു യുഖ്ബിറു തആല അൻ അബ്ദിഹി വറസൂലിഹി നൂഹ് അലൈഹിസ്സലാം അല്ലാഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്നു അന്നഹു ഇഷ്തകാ ഇലാ റബ്ബിഹി അസ്സ വജൽ റബ്ബിനോട് നൂഹ് നബി ശികായത്ത് പറഞ്ഞു ആവലാതി പറയുകയാണ് മാ ലഖിയ മിൻ ഖൗമിഹി എന്താണ് സുദീർഘമായ വർഷങ്ങൾ അവരെ ഖൈറിലേക്ക് വിളിച്ചിട്ട് അവരിൽ നിന്ന് എന്താണ് തനിക്ക് തിരിച്ചു കിട്ടിയത് എന്ന് നൂഹ് റബ്ബിനോട് പരാതി പറഞ്ഞു وما صبر عليهم في تلك المدة الطويلة التي هي 1000 سنة إلا 50 عاما 1000 കൊല്ലം അതിൽ നിന്ന് 50 കുറച്ചാൽ അങ്ങനെയാണ് അല്ലാഹു ആ കാലത്തെ കുറിച്ച് പറഞ്ഞു 1000 വർഷം ഇല്ല 50 ആമ 50 കുറച്ചാൽ 950 വർഷം ആ ഖൗമിൽ കഴിച്ചുകൂട്ടി ക്ഷമിച്ച് അവരോട് പറഞ്ഞിട്ട് അവരിൽ നിന്ന് തിരിച്ചു കിട്ടിയത് എന്താണ് وما بين لقومه ووضح لهم ودعاهم إلى الرشد والسبيل الأقوم വിളിക്കുന്നത് മോശമായ കാര്യത്തിലേക്കാണോ ഏറ്റവും നേരായ അവർക്ക് ഏറ്റവും ഖൈറായ കാര്യത്തിലേക്ക് സുദീർഘമായ വർഷം അവരെ വിളിച്ചിട്ട് രാവും പകലും വ്യത്യാസമില്ലാതെ വിളിക്കുന്ന ആളാരാണ് അവരോട് എന്തെങ്കിലും മോശം ചെയ്ത ആളാണോ അല്ല ഏതെങ്കിലും ഒരു തമ്മാടിയോ തോന്നിവാസിയോ ആണോ അല്ലാഹുവിന്റെ അംബിയ നഊദു ബില്ലാഹ് ഒരിക്കലുമല്ല ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകൾ ഏറ്റവും ഖൈറായ ആളുകൾ ഏറ്റവും നല്ല ഖൽബിന്റെ ഉടമകൾ ജനങ്ങളിൽ നിന്ന് യാതൊരു അജറും പ്രതീക്ഷിക്കാത്ത ആളുകൾ അവർക്ക് നന്മ വരണം എന്നുദ്ദേശിക്കുന്ന നബിമാർ അവരാണ് വിളിച്ചിട്ടുള്ളത് എന്നിട്ട് അവരുടെ മനുഷ്യന്റെ അവന്റെ ധിക്കാരം എത്രയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു റബ്ബി ഇന്നി ദഅവ്തു ഖൗമി അല്ലാഹുവേ ഞാൻ എൻ്റെ ഖൗമിനെ വിളിച്ചു ലൈലൻ വനഹാറ രാവും പകലും വ്യത്യാസമില്ലാതെ ഐ ലം അത്റുക്കും ദുആഹും ഫീ ലൈലി വലാ നഹാർ രാവോ പകലോ അവരെ ഞാൻ വിളിക്കാതിരുന്നില്ല ഇംതിസാലൻ ലിഅംരിക് എന്തിനാണ് വിളിച്ചത് റബ്ബേ നീ കൽപ്പിച്ചത് അനുസരിക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചല്ലോ അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം അവരെ താക്കീത് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചതാണ് നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് വബ്തിഗാ ലിതഅതിക് നിന്നെ അനുസരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇംതിസാലൻ ലിഅംരിക് വബ്തിഗാ ലിതഅതിക് നിന്നെ അനുസരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായത് എന്താണ് ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ എന്തൊരു വാക്കാണ് ഫലം യസിദുഹും സാദ യസീദു എന്നാൽ വർദ്ധിപ്പിക്കുക ലം എന്നതുകൊണ്ടാണ് യസിദ് എന്ന് വന്നത് ഫലം യസിദ്ഹും അവർക്ക് വർദ്ധിപ്പിച്ചില്ല ദുആഇ എൻ്റെ ദുആ എന്ന് പറഞ്ഞാൽ എൻ്റെ വിളി അവരെ ഞാൻ നിന്നിലേക്ക് വിളിച്ചത് അവർക്ക് കൂട്ടിയില്ല ഇല്ല ഫിറാർ അല്ലാതെ ഫിറാർ എന്നാൽ ഓടി ഓടി പോവുക അകന്നകന്ന് പോവുകയാണ് ഉണ്ടായത് ഞാൻ അവരെ വിളിച്ചപ്പോഴൊക്കെ അവരെന്താണ് എന്നോടുള്ള അകൽച്ച അവർക്ക് കൂടുകയാണ് ഉണ്ടായത് സുബ്ഹാനല്ലാഹ് ഫലം യജിദുഹും ദുആഇ ഇല്ലാ ഫിറാർ ഏറ്റവും മോശമായ ഖൽബിന്റെ ആളുകൾക്കാണ് ഇങ്ങനെ ഉണ്ടായത് അല്ലാഹു പറഞ്ഞു وَلَيَزِيدَنَّ كَثِيرًا مِّنْهُمْ مَا أُنزِلَ إِلَيْكَ مِنْ رَبِّكَ طُغْيَانًا وَكُفْرًا ഖുർആനിലുണ്ടാവും മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് അവിടുന്ന് അള്ളാഹു അടുത്തേക്ക് ഇറക്കി കൊടുത്ത ഖുർആൻ അതുകൊണ്ടുണ്ടാവും ഇതുപോലെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് وَلَيَزِيدَنَّ كَثِيرًا مِّنْهُمْ അവരിൽ ഒരുപാട് ആളുകളുണ്ട് മാ ഉൻസില وَلَيَزِيدَنَّ كَثِيرًا مِّنْهُمْ അവർക്ക് അധിക പേർക്കും വർദ്ധിക്കുക എന്താണ്
മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, നിനക്ക് നിന്റെ റബ്ബിൽ നിന്ന് അവതരിച്ചത് കേട്ടാൽ അവരിൽ ഒരുപാട് ആളുകൾക്ക് കൂടുക എന്താണ്? തുഗ്യാനൗ വ കുഫ്റാ. തുഗ്യാൻ എതിർപ്പ്, അള്ളാഹുവിനുള്ള ധിക്കാരം, കുഫ്റൻ കുഫർ. എന്ത് കേട്ടാൽ? ഖുർആൻ കേട്ടാൽ. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു സന്മാർഗമായി റഹ്മത്തായി അവതരിപ്പിച്ച അവന്റെ കിതാബ് കേട്ടാൽ തുഗ്യാനും കുഫറുമാണ് ഒരു കൗമിന് കൂടുക എന്ന് പറഞ്ഞാൽ അത് എത്ര വൃത്തികെട്ട കൗമായിരിക്കും. നരകത്തിനു വേണ്ടി പടക്കപ്പെട്ട ആളുകൾ, ശൈത്താന്റെ ആളുകൾ, അവരാണവർ. ഈ ഖൗമിനെ കുറിച്ച് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ ഐ കുല്ലമാ ദഅവ്തുഹും ലിയഖ്തരിബു മിനൽ ഹഖ് ഫറു മിൻഹു വഹാദു അൻ. ഞാൻ അവരെ ഹക്കിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവർ അകന്നകന്നു പോവുകയുണ്ടായി. وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا. وإني كلما دعوتهم, وربي ഞാൻ അവരെ വിളിച്ചപ്പോഴെല്ലാം فإني كلما دعوتهم, ഞാൻ അവരെ വിളിച്ചപ്പോഴെല്ലാം ലിതഗ്ഫിറ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് അവർ അംഗീകരിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേനെ എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. വഇന്നി കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും, ഞാൻ അവരെ നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അവരെ വിളിച്ചപ്പോഴെല്ലാം ജഅലൂ അസാബിഅഹും, അവരവരുടെ അസാബിഅ ആക്കി. ഇസ്ബ എന്നതിന്റെ ജംആണ് അസാബിഅ, വിരലുകൾ. ജഅലു അസാബിഅഹും, അവരവരുടെ വിരലുകളെ ആക്കി. ഫി ആദാനിഹിം, അവരുടെ ചെവികളിൽ, വിരൽ ചെവിയിൽ വെച്ചു. വസ്തഗ്ശൗ, അവർ മൂടിപ്പൊതച്ചു. സിയാബഹും, സൗബിന്റെ ജംഅ സിയാബ്, അവരുടെ വസ്ത്രങ്ങൾ അവർ മൂടിപ്പൊതച്ചു. വഅസറു, നേരത്തെ പറയില്ല ഇസ്റാർ, തുടർന്നു അതിൽ തന്നെ, അവരുടെ കുഫറിൽ, അവരുടെ ശിർക്കിൽ തന്നെ തുടർന്നു. വസ്തക്ബറു, അവർ കിബർ നടിച്ചു. ഇസ്തിക്ബാറൻ, വല്ലാത്ത കിബർ, ഒരു കിബർ നടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വളരെ മോശമായ, വളരെ കടുത്ത കിബറാണ് അവർക്കുണ്ടായിരുന്നത് എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, സദ്ദു ആദാനഹും ലിഅല്ലാ യസ്മഉ മാ അദ്ഉഹും ഇലൈഹി, ഞാൻ അവരെ ക്ഷണിക്കുന്നത് എന്താണെന്ന് കേൾക്കാതിരിക്കാനാണ് അവർ ചെവിയിൽ വിരൽ വെച്ചത്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ, وإذا وقال الذين كفروا لا تسمعوا لهذا القرآن, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. വൽഗൗ ഫീഹി, അത് കേൾക്കുമെന്ന് കണ്ടാലുകൾ എന്താക്കി ഒച്ച ഉണ്ടാക്കുക. ലഅല്ലക്കും തഗ്ലിബൂൻ, അത് നിങ്ങൾ ജയിച്ചടക്കാൻ വേണ്ടി. ഖുർആൻ കേൾക്കാതിരിക്കാൻ ഒച്ച ഉണ്ടാക്കുക എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെയാണ്. വസ്തഗ്ശൗ സിയാബഹും, അവരവരുടെ വസ്ത്രം മൂടി പൊതച്ചു എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്, തനക്കറൂ ലഹു ലിഅല്ലാ യഅരിഫഹു. സുബ്ഹാനല്ലാഹ്, ഒരാളെ വഷളാക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതായത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടാൽ ആളെ തിരിച്ചറിയാതിരിക്കാൻ അവരിങ്ങനെ കാണുമ്പോൾ തന്നെ മൂടിപ്പൊതച്ച് നടന്നു എന്നാണ്. കേൾക്കാതിരിക്കാനും അതുപോലെ ആളെ തിരിയാതിരിക്കാൻ. നമുക്ക് ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എത്ര വിഷമം തോന്നും. നമ്മളൊരാളോട് വല്ലതും സംസാരിക്കാൻ ചെന്നാൽ നമുക്ക് അയാളെ മനസ്സിലാക്കാതിരിക്കാൻ ഒരു പണിയെടുക്കുന്നത് കണ്ടാൽ വല്ലാത്ത ദേഷ്യം തോന്നും, നമുക്ക് സങ്കടം തോന്നും. എന്താണ് അങ്ങനെ ചെയ്ത്? ഒരു നബിയോടാണ് ഈ ചെയ്യുന്നത്. റബ്ബുൽ ആലമീൻ അവരിലേക്ക് അയച്ച അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ ബഹുമാനിക്കേണ്ട, അവർ ആദരിക്കേണ്ട, അവർ സ്നേഹിക്കേണ്ട, അനുസരിക്കേണ്ട അവരുടെ നബിയെ ആണ് അവർ, ആ നബിയോടാണ് അവർ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. വസ്തഗ്ശൗ സിയാബഹും വഅസറു, അവരതിൽ തന്നെ തുടർന്നു എന്ന് പറഞ്ഞാൽ ഇസ്തമറു അലാ മാ ഹും ഫീഹി മിന അശ്ശിർകി വൽ കുഫ്രിൽ അളീമിൽ ഫളീഅ്, അവരുടെ വൃത്തികെട്ട ആ കഠിനമായ കുഫറിലും ശിർക്കിലും അവർ തുടർന്നു. വസ്തക്ബറു ഇസ്തിക്ബാറ ഐ വസ്തൻകഫു അൻ ഇത്തിബാഇൽ ഹഖ് വൽ ഇൻഖിയാദി ലഹ്, ഹഖ് സ്വീകരിക്കുന്നതിൽ നിന്ന് കിബറോടെ അവർ കിബർ നടിച്ചതിൽ നിന്ന് തിരിഞ്ഞുപോയി. നൂഹ് നബി പറഞ്ഞു, സുമ്മ ഇന്നി ദഅൗതുഹും ജിഹാറ, സുമ്മ ഇന്നി, പിന്നീട് ഞാൻ ദഅൗതുഹും അവരെ വിളിച്ചു, ജിഹാറൻ
ഒച്ചത്തിൽ വിളിച്ചു. സുമ്മ ഇന്നി ദഅവ്തുഹും ജിഹാറ. എന്താ ജഹർ എന്ന് പറഞ്ഞാൽ? സിറിന്റെ വിപരീതം ജഹർ. ഒച്ചത്തിൽ വിളിച്ചു. സുമ്മ ഇന്നി ദഅവ്തുഹും ജിഹാറ സുമ്മ ഇന്നി അലൻതു ലഹും. പിന്നീട് ഞാൻ അവർക്ക് പരസ്യമായി വിളിച്ചു, അവരെ പരസ്യമായി വിളിച്ചു. അലൻതു, അലൻ എന്ന് പറഞ്ഞ പരസ്യം. ഇഅ്ലാൻ, ഈ പരസ്യങ്ങളുണ്ടല്ലോ സ്ഥാപനങ്ങളുടെ പരസ്യത്തിനൊക്കെ പറയാം ഇഅ്ലാൻ. സുമ്മ ഇന്നി അലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ. അവരെ ഞാൻ പരസ്യമായി വിളിച്ചു. വഅസ്റർതു ലഹും, അവരെ ഞാൻ സിറായി വിളിച്ചു. ഇസ്റാറൻ, ഒരു രഹസ്യമായി അവരെ വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? സുമ്മ ഇന്നി ദഅവ്തുഹും ജിഹാറൻ എന്നാൽ ജഹറത്തൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിന്ന് ഒച്ചത്തിൽ വിളിക്കുക. അള്ളാഹുവിന്റെ അമ്പിയാഇന്റെ രീതിയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തയിൽ നിന്ന് ജനങ്ങളെ വിളിച്ചിരുന്നു. യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഓ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. അപ്പോൾ ആളുകൾ കൂടുന്നിടത്ത് ജനങ്ങളോട് അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കുക എന്നത് മുനാസിബായ അവരോട് പറയേണ്ടത് എന്താണോ അത് പറയാന്നുള്ളത് അള്ളാഹുവിന്റെ അമ്പിയാഇന്റെ മാതൃകയുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അമ്പിയാഇന്റെ മാതൃകയുള്ള കാര്യമാണ്, സംശയമില്ല. ثم إني دعوتهم جهارا ثم إني أعلنت لهم. പിന്നീട് ഞാൻ അവരോട് പരസ്യമാക്കി എന്ന് പറഞ്ഞാൽ കലാമൻ ലാഹിറൻ ബിസൗത്തിൻ ആലിൻ. കുറച്ചാളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒച്ചത്തിൽ പറയുക, എല്ലാവരും കേൾക്കാൻ വേണ്ടി. ഒരാളോട് പറയുന്നു, പക്ഷെ ബാക്കിയുള്ളവരും കേൾക്കുന്ന രൂപത്തിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു. വഅസ്റർതു ലഹും ഇസ്റാറ, രഹസ്യമായും പറഞ്ഞു. ഐ ഫീമാ ബൈനി വബൈനഹും, ഞാനും ആരോടാണ് പറഞ്ഞത് അവർ മാത്രം കേൾക്കുന്ന രൂപത്തിൽ. ഒരാൾ ഒറ്റയ്ക്ക് വിളിച്ച് അങ്ങനെയും പറയുന്നു. ഇബ്നു കസീർ ഇതാ മൊത്തത്തിൽ ഇതിനെ, ഈ പറഞ്ഞതിനെല്ലാം കൂട്ടി പറയുന്നു. ശ്രദ്ധിക്കുക. ഫനവ്വഅ അലൈഹിമുദ് ദഅവ, എല്ലാ ഇനങ്ങളും, ദഅവത്തിന് എന്തൊക്കെ ഇനങ്ങളുണ്ടോ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ഉള്ള എന്തൊക്കെ നല്ല ഇനങ്ങളുണ്ടോ, പാടുള്ള തെറ്റില്ലാത്ത എന്തൊക്കെ ഇനങ്ങളുണ്ടോ, ലിതകൂന അൻജഅ ഫീഹിം, അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഇനങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചു. സുബ്ഹാനല്ലാഹ്. പരസ്യമായി പറഞ്ഞു നോക്കി, ഒറ്റയ്ക്ക് വിളിച്ചു പറഞ്ഞു നോക്കി, എങ്ങനെയാണ് അവർ സ്വീകരിക്കുക എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അവർ നന്നാകാനുള്ള ആഗ്രഹം കൊണ്ട്. ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا فقلت എന്നിട്ട് ഞാൻ പറഞ്ഞു ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ. ഇതാ ഈ ശിർക്ക് ഒഴിവാക്കി ചെയ്തു പോയതിനോട് റബ്ബിനോട് പാപമോചനം തേടൂ. ഇന്നഹു കാന ഗഫാറ, അവരെ സന്തോഷിപ്പിക്കുകയാണ്, അവർക്ക് സന്തോഷം നൽകുന്ന, അവരെ നന്മയിലേക്ക് വിളിക്കുന്ന, സന്തോഷ വാർത്ത അറിയിക്കുക എന്ന രൂപമാണ് ആദ്യം. ഇതിനുശേഷം തർഹീബ്, താക്കീദിന്റെ വാക്കിന് പറയും. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ എന്നത് തൊട്ട് അതിനു മുമ്പ് തർഹീബിന്റെ വാക്കാണിത്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ. നിങ്ങൾ വലിയ തമ്മാടിയാണെങ്കിലും ശരി, എത്ര വലിയ തെറ്റുകൾ ചെയ്തു പോയവരാണെങ്കിലും ശരി, റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ. നിങ്ങൾ ശിർക്ക് ഒഴിവാക്കൂ. ഇന്നഹു കാന ഗഫാറ, നിങ്ങളുടെ റബ്ബ് ഗഫാറാണ്, അവൻ ഗഫാറാണ്, ഒരുപാട് പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നോക്കി, ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ യുർസിലു എന്ന് പറയാതെ യുർസിൽ എന്ന് പറഞ്ഞു. കൂട്ടി വന്നുള്ള സൗകര്യത്തിനാണ് കിസറാക്കിയിട്ടുള്ളത്. യുർസിൽ എന്നാണ്. യുർസിലിസ് സമാഅ എന്നത് കൂട്ടി വന്നുള്ള സൗകര്യത്തിനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അവൻ മുകളിൽ നിന്ന്, സമായിൽ നിന്ന് നിങ്ങൾക്ക് നേരെ അയച്ചു തരും. എന്താണ് യുർസിൽ സമാ? സമായിനെ അയച്ചു തരും. ഇവിടെ സമായിന്റെ ഉദ്ദേശം മത്തർ, മഴ. സമായിനെ അയച്ചു തരും എന്നാണ് പറഞ്ഞത്. ഇവിടെ സമായിന്റെ ഉദ്ദേശം മത്തർ. മുകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. മിദ്റാറൻ, മിദ്റാറൻ എന്നാൽ തുടരെ തുടരെ, മുതവാസിലത്തുൽ അംതാർ. യുർസിൽ സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്കവൻ തുടരെ തുടരെയുള്ള മഴ അയച്ചു തരും. വയുംദിദുക്കും ബിഅംവാലി വബനീൻ, വയുംദിദുക്കും അവൻ നിങ്ങളെ സഹായിക്കും, ബിഅംവാൽ സമ്പത്ത് നൽകിക്കൊണ്ട്, വബനീൻ മക്കളെ നൽകിക്കൊണ്ട്, വയജഅൽ ലക്കും ജന്നാത്ത് അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, വയജഅൽ ലക്കും അൻഹാറ അരുവികൾ അവൻ നിങ്ങൾക്ക് ഒഴുക്കി തരും. ഇസ്തിഗ്ഫാറിന്റെ ഫضലാണ് ഇതെല്ലാം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവന്റെ സമ്പത്ത് വർദ്ധിക്കും. ഒരു നാട്ടുകാർ
പാപങ്ങൾ ഒഴിവാക്കി റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവൻ മഴ പെയ്യിച്ചു കൊടുക്കും, അവർക്ക് അവൻ നല്ല കൃഷി ഉണ്ടാക്കി കൊടുക്കും, പുഴകൾ ഒഴുക്കി കൊടുക്കും എന്നതെല്ലാം ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് മഹാനായ താബിഈ, അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് മക്കളില്ലാത്ത പരാതി പറഞ്ഞു, കുട്ടികളില്ല. വേറൊരാൾ വന്നിട്ട് കച്ചവടം വളരെ മോശമാണ്, വേറൊരാൾ വന്നിട്ട് കൃഷി വളരെ മോശമാണ്. എല്ലാവരോടും ഹസൻ ബസ്രി പറഞ്ഞത് ഇസ്തഗ്ഫിർ ഇസ്തഗ്ഫിർ ഇസ്തഗ്ഫിർ, ഇസ്തിഗ്ഫാർ നടത്തും, റബ്ബിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തും എന്നാണ്. ഇസ്തിഗ്ഫാറിന് ഇങ്ങനെ വമ്പിച്ച ഫലങ്ങളുണ്ട്. അതിനാണ് സലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിൽ ഏറ്റവും അധികമുള്ളത് ഇസ്തിഗ്ഫാറാണ്. ജനങ്ങളുടെ പാപങ്ങൾ ആകാശത്തു നിന്നുള്ള മഴ അള്ളാഹു അത് മുഖേന കുറച്ച് കളയും. പിന്നെ പെയ്യിക്കുന്നത് കാലികൾക്ക് വേണ്ടിയിട്ടാണ്, കന്നുകാലികൾക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല. സുബ്ഹാനല്ലാഹ്. അതുപോലെ ചെറിയ കുട്ടികൾ, അതുപോലുള്ള ആളുകൾ, അവർക്കാണ് അള്ളാഹു പിന്നീട് മഴ പെയ്യിക്കുന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. മഴ കുറയുന്നത് വളരെ മോശം ലക്ഷണമാണ്. മഴ കുറയുക എന്നത് മോശമായ ലക്ഷണമാണ്. ജനങ്ങളുടെ പാപങ്ങൾ അതിന് കാരണമാകുമെന്നാണ്. ഖിയാമത്ത് നാളാവുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ കഴിയില്ല. നഊദു ബില്ലാഹ്. അതിനോട് അടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അംബിയാഇനെ, ബാക്കിയുള്ള അംബിയാഇനെ പോലെ ബഷീറുമാണ് നദീറുമാണ്. അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച്, അവൻ്റെ സ്വർഗത്തിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ബഷീറും, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അഥവാ അവൻ്റെ നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന നദീറുമാണ്. സന്തോഷ വാർത്ത അറിയിക്കുന്ന ശൈലിയിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അവനിൽ പങ്കുചേർക്കുന്നത് അവസാനിപ്പിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. എങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. അവൻ നിങ്ങൾക്ക് മുകളിൽ നിന്ന് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരികയും നിങ്ങളെ സമ്പത്തും സന്താനങ്ങളും നൽകി അവൻ സഹായിക്കുകയും തോട്ടങ്ങളും അരുവികളുമെല്ലാം അവൻ നിങ്ങൾക്ക് ഒഴുക്കി തരികയും ചെയ്യും. പിന്നീട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് താക്കീദിൻ്റെ ശൈലിയിൽ തർഹീബ് എന്നാണ് അതിന് പറയുക, മറ്റേതിന് തർഗീബ് ബിൽഗാ. തർഗീബ് എന്നാൽ അവരെ മോഹിപ്പിക്കുക, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച്, അവൻ്റെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹുവിനെ, അവൻ്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ തർഹീബ് ബിൽഹ, അഥവാ അവരെ പേടിപ്പെടുത്തുക. അള്ളാഹുവിനെ നിങ്ങൾ ധിക്കരിച്ചാൽ, അവൻ്റെ റസൂലുകളെ നിങ്ങൾ ധിക്കരിച്ചാൽ നരകമാണ് നിങ്ങൾക്കുള്ളത് എന്ന പേടിപ്പെടുത്തൽ. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ അംബിയാഇൻ്റെ ശൈലിയാണ്. അള്ളാഹുവിൻ്റെ കിതാബ് മറിച്ചു നോക്കിയാൽ നമുക്കിത് രണ്ടും കാണാം. ആ ശൈലിയിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ബാക്കി പറയുന്നു, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. മാലക്കും, നിങ്ങൾക്കെന്തു പറ്റിപ്പോയി, ലാ തർജൂന ലില്ലാഹി, അള്ളാഹുവിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അവനിൽ നിങ്ങൾ കാണുന്നില്ലല്ലോ വഖാറൻ, ഒരു വഖാർ. വഖാർ എന്നാൽ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു റിവായത്ത് ഇബ്നു കസീർ പറയുന്നു, ഐ ലാ തുഅള്ളിമൂന അല്ലാഹ ഹഖ്ഖ അളമതിഹി ഐ ലാ തഖാഫൂന മിൻ ബഅസിഹി വനിഖ്മതിഹി. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ തഅളീം ചെയ്യുന്നില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം നിങ്ങളുടെ മനസ്സിൽ ഇല്ല, അവൻ്റെ ശിക്ഷയെ, അവനെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളിലേക്ക് അവൻ ഇറക്കാവുന്ന അദാബിനെ നിങ്ങൾ ഭയക്കുന്നില്ല. അതാണ് മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിനൊരു വഖാർ നിങ്ങൾ കാണുന്നില്ലേ, അവനൊരു ഗാംഭീര്യം, മഹത്വം നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ. അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകളുടെ എല്ലാം സ്ഥിതി ഇതാണ്. അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥ ആളമ,
അവരുടെ മനസ്സിലില്ല. എന്നാൽ മുഅ്മിൻ അവന്റെ ഖൽബിൽ അല്ലാഹു അളീമായിരിക്കും. എല്ലാ അളീമിനേക്കാളും മുകളിൽ അളമത്തുള്ളവനായിരിക്കും മുഅ്മിനിന്റെ ഖൽബിൽ അവന്റെ റബ്ബ്. വഖദ് ഖലഖകും അത്വാറ, നിങ്ങൾ വഖാർ കൽപ്പിക്കാത്ത, നിങ്ങൾ ഗാംഭീര്യം കാണാത്ത റബ്ബ് അവൻ എങ്ങനെയുള്ളവനാണ്? വഖദ് ഖലഖകും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. അത്വാറൻ, അത്വാറൻ എന്നാൽ പലവിധ ഘട്ടങ്ങളായി. മിൻ നുത്ഫ സുമ്മ മിൻ അലഖ സുമ്മ മിൻ മുദ്ഗ, നിങ്ങൾ ഒരു നുത്ഫ മാത്രമായിരുന്നു, അതിനു മുമ്പ് പിതാവിന്റെ സുൽബിലായിരുന്നു നിങ്ങൾ, പിതാവിന്റെ നട്ടലിൽ. പിന്നീട് അള്ളാഹു നിങ്ങളെ നുത്ഫയായി, ബീജമായി പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ആലക്കയായി അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നു, രക്തമായിരുന്നു നിങ്ങൾ. പിന്നീട് അള്ളാഹു നിങ്ങളെ മാംസകഷ്ണമാക്കി, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലുകൾ നൽകി. ആ എല്ലുകളെ അള്ളാഹു മാംസം കൊണ്ട് വീണ്ടും പൊതിഞ്ഞു. ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. പിന്നീട് അള്ളാഹു മറ്റൊരു ഖൽഖ് ആയി നിങ്ങളെ അവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. അള്ളാഹു എത്ര നന്നായി സൃഷ്ടിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള റബ്ബിനെ കുറിച്ച് എന്താണ് നിങ്ങളൊരു വഖാറ് കാണാത്തത്? അലം തറൗ, നിങ്ങളെ പഠിച്ചത് മാത്രമാണോ? അലം തറൗ, നിങ്ങൾ കണ്ടില്ലേ? കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ, ഇതാ നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന അതീവ സുന്ദരമായ, അതീവ ബലവത്തായ, ഏറ്റവും കൃത്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സമാ, ആകാശം. അലം തറൗ, നിങ്ങൾ കണ്ടില്ലേ? കൈഫ ഖലഖല്ലാഹ്, എങ്ങനെയാണ് അള്ളാഹു അത് പടച്ചതെന്ന്. സബ്അ സമാവാതിൻ, മുകളിലേക്കായി 7 ആകാശങ്ങൾ. തിബാഖൻ ഐ വാഹിദത്തുൻ ഫൗഖ വാഹിദ, ഒന്നിനു മുകളിൽ ഒന്നായി ഉള്ള ആകാശത്തെ അവൻ പടച്ചത് നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹു ചോദിച്ചതുപോലെ നിങ്ങളൊന്ന് നോക്കൂ, വല്ല വിടവും അതിൽ നിങ്ങൾ കാണുന്നുണ്ടോ? വീണ്ടും നോക്കൂ നിങ്ങൾ, വീണ്ടും നോക്കൂ നിങ്ങൾ. നിങ്ങളുടെ കണ്ണുകൾ പരാജിതരായി തിരിച്ചു വരും. ഒരു കോട്ടവും റബ്ബിന്റെ പടപ്പിൽ കാണുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇത്രയും ഗംഭീരമായ സൃഷ്ടിപ്പ് നടത്തിയ റബ്ബിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഖൽബിൽ ഒരു വഖാറില്ലാത്തത്? മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ വജഅല അൽ-ഖമറ ഫീഹിന്ന നൂറൻ വജഅല അശ്-ശംസ സിറാജ. മാത്രമാണോ അതായി ഈ ആകാശത്ത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ ഒരെത്തും പിടിയും കിട്ടാത്ത അതീവ മഹത്വമായ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രകാശം നൽകുന്ന ഈ 2 കൗക്കബുകളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. വജഅല അൽ-ഖമറ, അവൻ ഖമറിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. രാത്രിയിൽ നിങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഖമർ, ചന്ദ്രൻ. ഫീഹിന്ന നൂറ, അതിൽ ഒരു നൂറായിക്കൊണ്ട്, പ്രകാശമായിക്കൊണ്ട് ചന്ദ്രനെ ഏർപ്പെടുത്തിയവൻ. വജഅല, അവൻ ഏർപ്പെടുത്തിയിരിക്കുന്നു അശ്-ശംസ, സൂര്യനെ, സിറാജ, ഒരു വിളക്കായി സൂര്യനെയും, സിറാജായി ശംസിനെയും, നൂറായി ഖമറിനെയും പടച്ചവൻ. എന്താണ് അങ്ങനെയുള്ള റബ്ബിനൊരു വഖാർ നിങ്ങൾ കാണാത്തത്? ആർക്ക് സാധിക്കും ഇത്? നിങ്ങൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുമോ? ദുനിയാവിൽ എല്ലാവരും കൂടിയാൽ സാധിക്കുമോ? നിങ്ങളുടെ ഇലാഹുകൾ മുഴുവൻ ചേർന്നാൽ സാധിക്കുമോ? ഒരിക്കലുമില്ല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ വജഅല അൽ-ഖമറ ഫീഹിന്ന നൂറൻ വജഅല അശ്-ശംസ സിറാജ വല്ലാഹു അംബതകും മിനൽ അർദി നബാത. വല്ലാഹു, അവനാകുന്നു, അംബതകും, നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നവൻ, മിനൽ അർദി, ഭൂമിയിൽ നിന്ന്, നബാതൻ, ഒരു വളരൽ, വളർത്തിക്കൊണ്ടുവന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. എന്ന് പറഞ്ഞാൽ അവൻ മണ്ണിൽ നിന്നാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദ്യം പടച്ചിട്ടുള്ളത്. മണ്ണിന്റെ എല്ലാ സവിശേഷതകളും, മണ്ണിന്റെ പല സവിശേഷതകളും അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ കാണാൻ സാധിക്കും. മണ്ണ് പല പല നിറങ്ങളിലാണെന്നതുപോലെ മനുഷ്യൻ പല പല നിറങ്ങളിലാണ്. മണ്ണ് പലവിധ സ്വഭാവത്തിലാണ്. അതിൽ കടുത്തതുണ്ട്, പരുക്കനുണ്ട്, സൗമ്യമായതുണ്ട്. എന്നതുപോലെ തന്നെയാണ് മനുഷ്യർ, അവരിൽ പരുക്കരുണ്ട്.
അവരിൽ വളരെ സൗമ്യരായ ആളുകളുണ്ട്, കടുത്തുറച്ച ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. സുമ്മ യുഈദുകും ഫീഹാ, സുമ്മ പിന്നീട് യുഈദുകും നിങ്ങൾ അവൻ മടക്കുന്നു. ആദ എന്നാൽ മടക്കി. സുമ്മ യുഈദുകും അവൻ നിങ്ങളെ മടക്കുന്നു. ഫീഹാ അതിലേക്ക്, ഐ ഇദാ മുത്തും അഥവാ നിങ്ങൾ മരിച്ചാൽ മണ്ണിൽ നിന്ന് അല്ലാഹു പടച്ച നിങ്ങളെ അവൻ അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. സൂറത്ത് താഹായിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ മിൻഹാ ഖലഖനാകും അതിൽ നിന്നാണ് നാം നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുകും അതിലേക്ക് നാം നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. വമിൻഹാ നുഖ്രിജുകും അതിൽ നിന്ന് തന്നെ വീണ്ടും നിങ്ങളെ നാം പുറത്തേക്ക് കൊണ്ടുവരും. താറതൻ ഉഖ്റാ വേറൊരു പ്രാവശ്യം, ഒരു പ്രാവശ്യം കൂടി. മണ്ണിൽ നിന്ന് നിങ്ങളെ പടച്ചു, മണ്ണായി നിങ്ങളെ തിരിച്ചു പോകും, മണ്ണിൽ അലിഞ്ഞു ചേരും. സുബ്ഹാനല്ലാഹ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ثم يعيدكم فيها ويخرجكم നിങ്ങൾ അവൻ പുറത്തേക്ക് കൊണ്ടുവരും. ഇഖ്റാജൻ ഒരു പുറത്തേക്ക് കൊണ്ടുവരൽ. അയ്യൗമൽ ഖിയാമത്തി യുഈദുകും കമാ ബദഅകും അവ്വല മറ. ആദ്യം എങ്ങനെ നിങ്ങളെ അവൻ പടച്ചുവോ എന്നതുപോലെ രണ്ടാമതും വീണ്ടും ഖിയാമത്ത് നാളിൽ അല്ലാഹു നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നതാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. വല്ലാഹു ജഅല ലക്കുമുൽ അർദ ബിസാതാ. വല്ലാഹു അവൻ ജഅല ലക്കും നിങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തി തന്നിരിക്കുന്നു അൽ അർദ ഭൂമിയെ ബിസാതാ. ബിസാതൻ എന്ന് പറഞ്ഞാൽ ഐ ബസതഹ വമഹദഹ വഖററഹ وثبتها بالجبال الراسيات الشم الشامخات. അവനാണ് ഭൂമിയെ ബസത് എന്ന് പറഞ്ഞാൽ അവൻ ബിസാത്താക്കിയിരിക്കുന്നു, അവൻ വിധാനിച്ചിരിക്കുന്നു. നമുക്ക് താമസിക്കാൻ, നടക്കാൻ, കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ, കൃഷി ചെയ്യാൻ എല്ലാത്തിനും പറ്റിയവണ്ണം അവനതിനെ വിശാലമാക്കിയിരിക്കുന്നു, അവനതിനെ വിസ്താരമുള്ളതാക്കിയിരിക്കുന്നു. വമഹദഹ അവനത് നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു. വഖററഹ വസബ്ബതഹ അവനതിനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു, ഇളകാതെ നിങ്ങളെയും കൊണ്ട് ചെരിഞ്ഞു പോകാതെ ചാഞ്ഞു പോകാതെ. ബിൽ ജിബാലിർ റാസിയാതി ശമ്മി ശാമിഖാത്ത് വളരെ ബലവത്തായ പർവ്വതങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജ. ലിതസ്ലുകൂ നിങ്ങൾ പ്രവേശിക്കുവാൻ വേണ്ടി, മിൻഹ ആ ഭൂമിയിൽ, സുബുലൻ പല പല മാർഗങ്ങളിൽ, സുബുലൻ സബീലിന്റെ ജംആണ് സുബുൽ, വഴികളിൽ, ഫിജാജ വ്യത്യസ്തങ്ങളായ പലവിധ മാർഗങ്ങളിലൂടെ നിങ്ങൾ പ്രവേശിക്കുവാൻ, യാത്ര ചെയ്യുവാൻ. ഐ ഖലഖഹാ ലക്കും ഇബ്നു കസീർ പറഞ്ഞു അവൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ പടച്ചു. ലിതസ്തഖറു അലൈഹ അതിൽ നിങ്ങൾ നല്ല നിലക്ക് നിലനിൽക്കുവാൻ, അതിൽ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവാൻ. നിങ്ങൾ വീണുപോകുന്നില്ല, നിങ്ങൾ മറിഞ്ഞു കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ ഊരിപ്പോകുന്നില്ല, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ. വതസ്ലുകൂ ഫീഹാ ഐന ശിഅ്തും നിങ്ങൾ ഉദ്ദേശിച്ച വഴിയിലൂടെ ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നു. മിൻ നവാഹിഹാ വഅർജാഇഹാ വഅഖ്താരിഹാ ഭൂമിയിലെ പലവിധ മാർഗങ്ങളിൽ, അതിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും, അതിലെ മശ്രിഖിലും മഗ്രിബിലും എല്ലാം നിങ്ങൾ സഞ്ചരിക്കുന്നു. وكل هذا مما ينبههم به نوح عليه السلام على قدرة الله وعظمته في خلق السماوات والأرض. ഇതെല്ലാം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളെ ഇതെല്ലാം പറഞ്ഞ് താക്കീത് ചെയ്യുകയുണ്ടായി. ആകാശഭൂമികളെ അവൻ പടച്ചത് വനിഅമിഹി അലൈഹിം ഫീമാ ജഅല ലഹും മിനൽ മനാഫിഇ السماوية والأرضية മുകളിൽ നിന്നും താഴെ നിന്നും ആകാശത്തും ഭൂമിയിലുമെല്ലാം അല്ലാഹു നിഅമത്തുകൾ കൊണ്ടവരെ മൂടിയത്. ഫഹുവൽ ഖാലിഖുർ റസ്സാഖ് അങ്ങനെയുള്ള റബ്ബാണ് ഖാലിഖ്, അവനാണ് പടച്ചവൻ, അവനാണ് റസ്സാഖ് റിസ്ക് നന്നായി എല്ലാവർക്കും നൽകുന്നവൻ. ജഅല السماء ബിനാഅ ആകാശത്തെ മേൽക്കൂരയാക്കിയവൻ. വൽ അർദ മിഹാദ ഭൂമിയെ വിരിപ്പാക്കിയവൻ. വഔസഅ അലാ ഖൽഖിഹി മിർ റിസ്ഖിഹി വിശാലമായ അവന്റെ റിസ്ക് എല്ലാവർക്കും നൽകിയവൻ. ഫഹുവല്ലദീ യജിബു അൻ യുഅബദ വയുവഹദ വലാ യുശ്റക ബിഹി അഹദ്. ഇങ്ങനെയുള്ള റബ്ബ് അവനാണ് ഇബാദത്തിന് അർഹൻ, അവൻ മാത്രമാണ്. അവന്റെ കൂടെ ആരെ പങ്കു ചേർക്കാനാണ്? അവന്റെ കൂടെ പങ്കു ചേർക്കപ്പെടാൻ ആർക്കുണ്ട് യോഗ്യത?
ലിഅന്നഹു ലാ നദീറ ലഹ്, കാരണം അവനെ പോലെ ഒരാളില്ല. വലാ അദീല ലഹ്, അവന് പകരക്കാരനായി ഒരാളുമില്ല. വലാ നിദ്ദുൻ വലാ കുഫ്ഉൻ, അവന് സമനായി ഒരാളുമില്ല. വലാ സാഹിബതു വലാ വലദ്, അവനൊരു കൂട്ടുകാരിയോ അവനൊരു സന്താനമോ ഇല്ല. വലാ വസീറുൻ വലാ മുഷീർ, അവന്റെ കാര്യങ്ങൾക്കൊരു വസീർ, അവനൊരു സഹായി ആരുമില്ല. വലാ മുഷീർ, അവന് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഒരു ഉപദേഷ്ടാവില്ല, അതിന്റെ ആവശ്യമില്ല. ബൽ ഹുവൽ അലിയുൽ കബീർ, അവനാണ് അൽ അലി, ഏറ്റവും മുകളിലുള്ള, അൽ കബീർ, ഏറ്റവും വലിയവനായ റബ്ബ്. ഇതെല്ലാം മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവരെ രാവും പകലും വ്യത്യാസമില്ലാതെ, രഹസ്യവും പരസ്യവും എന്ന വ്യത്യാസമില്ലാതെ, ആൾക്കൂട്ടത്തിലും ഒറ്റക്കൊറ്റക്കും എന്ന വ്യത്യാസമില്ലാതെ അവരോട് എല്ലാ നിലക്കും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുകയുണ്ടായി. പക്ഷേ എന്തുണ്ടായി? ഖാല നൂഹു റബ്ബി ഇന്നഹും അസൗനി വത്തബഉ മൻ ലം യസിദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ വമകറു മക്റൻ കുബ്ബാറ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല നൂഹ് പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നഹും അസൗനി, തീർച്ചയായും അവർ അസൗനി, എന്നോട് ഇസ്യാൻ, ധിക്കാരം കാണിച്ചു, എന്നെ അവരനുസരിച്ചില്ല. വത്തബഉ, എന്നെ പിൻപറ്റുന്നതിനു പകരം അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ റബ്ബെ നീ നിയോഗിച്ച എന്നെ അനുസരിക്കുന്നതിനു പകരം അവർ ഇത്തിബാ ചെയ്ത് അവർ പിൻപറ്റിയത് ആരെയാണ്? വത്തബഉ മൻ, അവൻ ഒരുവനെ പിൻപറ്റി, അവൻ ആരാണ്? ലം യസിദ്ഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ, തന്റെ സമ്പത്തും തന്റെ സന്താനവും ഖസാറല്ലാതെ, നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കാത്തൊരുവൻ എന്ന് പറഞ്ഞാൽ അവൻ എത്ര സമ്പത്തുണ്ടായിട്ടും എത്ര സന്താനങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും അവനെ റബ്ബിങ്കൽ രക്ഷപ്പെടുത്തുന്നില്ല, സന്മാർഗത്തിലേക്ക് അവനെ സഹായിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമുക്ക് അള്ളാഹുവിന്റെ നിഅമ, ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അവനെ ഇബാദത്ത് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ദുനിയാവിൽ എന്ത് നമ്മൾ റബ്ബിനോട് ചോദിക്കുമ്പോഴും നമ്മെ അവനെ ഇബാദത്ത് ചെയ്യാൻ സഹായിക്കുന്ന കാര്യമായിരിക്കണം അത്, നമ്മെ ആഖിറത്തിലേക്ക് സഹായിക്കുന്ന കാര്യമായിരിക്കണം. നമുക്കും പരലോകത്തിനുമിടയിൽ തടസ്സമുണ്ടാക്കുന്ന ഒന്നും റബ്ബിനോട് ചോദിക്കരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ചിലത് നമുക്ക് നൽകാത്തത് അതുകൊണ്ടായിരിക്കാം. അത് കിട്ടിയാൽ നമ്മെ പരലോകത്ത് ഖൈർ കിട്ടുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയേക്കും. അതുകൊണ്ട് റബ്ബ് നൽകുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലുതെന്താണ്? അവനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖാണ്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹു ഈ ദുനിയാവിൽ അധികാരം കൊടുത്ത മഹാനായ അള്ളാഹുവിന്റെ നബി സുലൈമാൻ ഇബ്ൻ ദാവൂദ് അലൈഹിമസ്സലാത്തു വസ്സലാം, എന്താണ് സുലൈമാൻ ദുആ ചെയ്തത്? റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർദാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. റബ്ബി, എൻ്റെ റബ്ബേ, ഔസിഅനി, നീ എന്നെ സഹായിക്കണേ, നീ എനിക്ക് തൗഫീഖ് നൽകണേ. അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ, നീ എനിക്ക് തന്ന നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കാൻ നീ എന്നെ സഹായിക്കണേ. വഅലാ വാലിദൈ, എൻ്റെ മാതാപിതാക്കൾക്ക് നൽകിയതിനും. വഅൻ അഅമല സാലിഹൻ തർദാഹ്, നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാൻ. വഅദ്ഖിൽനി ബിറഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ പ്രവേശിപ്പിക്കണമേ. ഫീ ഇബാദിക സ്സാലിഹീൻ, സാലിഹുകളായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ. അതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുആദ്, ഇന്നി യുഹിബ്ബുക, മുആദേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിന്റെ ദുബുറിലും, ഫർദായ എല്ലാ നിസ്കാരത്തിന്റെ പിന്നാലെയും നീ ഇങ്ങനെ പറയാൻ മറക്കരുത്. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. അലാ ദിക്രിക, നിന്നെ ദിക്ർ ചെയ്യാൻ. വശുക്രിക, നിന്നോട് ശുക്ർ ചെയ്യാൻ. വഹുസ്നി ഇബാദതിക, ഇഹ്സാനോടെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ. അള്ളാഹുവിനോട് ചെയ്യുന്ന മഹത്വമേറിയ ദുആ, അവനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അവൻ നമുക്ക് നൽകാനുള്ള ദുആ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരുത്തന് ഉണ്ടായില്ലെങ്കിൽ അവന് നഷ്ടമാണ്, അവന്റെ സമ്പത്ത് അവന് നഷ്ടമാണ്, അവന്റെ സന്താനം അവന് നഷ്ടമാണ്. അങ്ങനെയുള്ളവരെയാണ് ഇവർ പിൻപറ്റിയിട്ടുള്ളത്. ഖാല നൂഹു റബ്ബി ഇന്നഹും അസൗനി വത്തബഉ മൻ ലം യസ്ദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ.
നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ ധിക്കരിക്കുകയും എന്നിട്ട് ഇത്തിബാ ചെയ്തത് ഇങ്ങനെയുള്ള ആളുകളെയുമാണ്. നേരെ തലതിരിച്ചാണ് ചെയ്തത്. ഇത്തിബാ ചെയ്യേണ്ടവരോട് മാസിയത്ത് കാണിക്കേണ്ടവരോട്, അനുസരിക്കാൻ പാടില്ലാത്തവരോട് അനുസരണയും. അതാണ് ആ ഖൗമ് ചെയ്തത്. വമഖറു അവർ കുതന്ത്രം കാണിച്ചു. മഖറൻ കുബ്ബാറ, കുബ്ബാറായ മഖർ. കുബ്ബാർ എന്നാൽ വളരെ വലുത് എന്ന അർത്ഥത്തിലാണ്. അയ അലീമ, കുബ്ബാറൻ എന്നാൽ അയ അലീമ, വലിയ കുതന്ത്രമാണ് അവർ കാണിച്ചത്. അറബികൾ ഇങ്ങനെ പറയാറുണ്ട്, അജീബ്, അജീബ് അത്ഭുതമുള്ള കാര്യത്തിന് പറയും അജീബ്. അതുപോലെ പറയും ഉജാബ്, അതുപോലെ അവർ പറയും ഉജ്ജാബ്. അജീബ്, ഉജാബ്, ഉജ്ജാബ് അതുപോലെയാണിത്. കബീർ, കുബ്ബാർ എന്ന് പറഞ്ഞു അറബികൾ പറയാറുണ്ട്. ഹസൻ, ഹുസാൻ, ഹുസാൻ ഇങ്ങനെ പൊതുവെ അറബികൾ പറയാറുണ്ട്. ആ പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ അവരുടെ ഭാഷയിലാണ്, അറബികളുടെ ഭാഷയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. നാം അറബിയായ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുവാൻ വേണ്ടി. ചില മുൻഗാമികൾ ഇമാം ശുഅബ ഇബ്നുൽ ഹജ്ജാജ് റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് യസീദു ഫിൽ അഖൽ, എന്ത് വർദ്ധിക്കും? അഖൽ വർദ്ധിക്കും. അത് പഠിക്കുന്ന ആളുകളുടെ അഖൽ വിശാലമാകുമെന്ന് മുൻഗാമികളായ പലരും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ആയത്തിൽ അതിന് സൂചന ഉണ്ട്. വല്ലാഹു അലം. അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ അലാ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. മുബീനായ വ്യക്തമായ അറബിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് അവതരിപ്പിച്ചിട്ടുള്ളത്. വമക്കറു മക്കറൻ കുബ്ബാറ, വലിയ കുതന്ത്രം അവർ കാണിച്ചു. വലിയ കുതന്ത്രം അവർ കാണിച്ചു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ബിത്തിബാഇഹിം ഫി തസ്വീലിഹിം ലഹും ബിഅന്നഹും അലൽ ഹഖ് വൽ ഹുദാ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ ഈ മാർഗത്തിൽ നിന്ന്, നൂഹ് നബിയുടെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞ ആളുകളുണ്ടല്ലോ, തന്റെ സമ്പത്തും സന്താനവും പരലോകത്തെ നഷ്ടം മാത്രം ഉണ്ടാക്കിയ ആളുകൾ, അവർ വലിയ കുതന്ത്രമാണ് കാണിച്ചത്. കാരണം ഈ ഹക്ക് ബാത്തിലായും ബാത്തിലിനെ ഹക്കായും ആ ജനങ്ങൾക്ക് അവർ തോന്നിപ്പിച്ചു. വമക്കറു മക്റൻ കുബ്ബാറ വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഗൂസ വയഊഖ വനസ്റ. വഖാലു അവർ പറഞ്ഞു, അവരെ വഴിതെറ്റിച്ച് അവരുടെ നേതാക്കന്മാർ പറഞ്ഞു, ലാ തദറുന്ന, നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത്, ആലിഹതകും നിങ്ങളുടെ ഇലാഹുകളെ, വലാ തദറുന്ന നിങ്ങൾ ഉപേക്ഷിച്ചേക്കരുത്, വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. അവരുടെ 5 ഇലാഹുകളുടെ പേരാണിത്. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ. ഇവരാരായിരുന്നു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്മാഉ റിജാലിൻ സാലിഹീൻ മിൻ ഖൗമി നൂഹിൻ അലൈഹിസ്സലാം. അസ്മാഉ റിജാലിൻ സാലിഹീൻ മിൻ ഖൗമി നൂഹിൻ അലൈഹിസ്സലാം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിൽ മുമ്പ് ജീവിച്ചിരുന്ന ആരാണ്? മോശക്കാരല്ല, സാലിഹുകളായ ചില ആളുകളായിരുന്നു. അവരുടെ പേരാണിത്. ഫലമ്മാ ഹലകൂ ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം. ആ നല്ല മനുഷ്യന്മാർ മരിച്ചപ്പോൾ, ഉലൈക അവർ മരിച്ചപ്പോൾ ശൈത്താൻ അവർക്ക് വഹ്യ് കൊടുത്തു, അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബൻ വസമ്മൂഹാ ബിഅസ്മാഇഹിം. അവർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പണ്ട് മരിച്ച ആളുകളുടെ രൂപമുണ്ടാക്കി വെക്കാനും എന്നിട്ട് അവരെ പേരിട്ട് വിളിക്കാനും ശൈത്താൻ അവരോട് ഉപദേശിച്ചു. എന്തിനു വേണ്ടിയാണ്? അവരോർക്കാൻ. ആ പഴയ ഇലാഹുകളെ ഇബാദത്ത് ചെയ്യാനല്ല, അവരോർക്കാൻ. അവർ കുറച്ചൊരു ആലോചന ഉണ്ടാക്കുക. അതിന് പറയും ഇഹ്യാഉൽ ആഥാർ. ഇഹ്യാഉൽ ആഥാർ, അസറുകൾ, പണ്ടത്തെ പഴയതൊക്കെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയും. പണ്ടത്തൊക്കെ അങ്ങനെ തന്നെ മോടി പിടിപ്പിച്ചിട്ട് നിലനിർത്തുക എന്നത് സുബ്ഹാനല്ലാഹ് ശിർക്കിലേക്ക് തിരിച്ചു പോകാനുള്ള വഴികളാണ്. പഴയത് എന്തിന്? ഇങ്ങനത്തെ ചില ഓർമ്മകൾക്ക് വേണ്ടി. അവിടെ ഇന്നാൾ താമസിച്ച വീടാണ്, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിർത്തുക.
അത് പാടില്ലാത്ത രീതിയാണ്. ചിലപ്പോൾ ദുനിയവിയായി ഉള്ള ഉദ്ദേശമേ നമുക്കതിലുണ്ടാവുമെങ്കിലും പിൽക്കാലത്ത് വരുന്ന വിവരദോഷികൾ അതേ ഇബാദത്താക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ശിർക്ക് അങ്ങനെ തലമുറകൾക്കപ്പുറത്തുള്ള പ്ലാനിങ് ആണ് ശൈത്താൻ്റെത്. അവനങ്ങനെയാണ് ആളുകളെ കൊണ്ട് ചെയ്യിക്കുക. അവൻ പഴയകാല ഇപ്പോൾ പണ്ടത്തെ ഏതെങ്കിലും വളരെ അറിയപ്പെട്ട ഒരാൾ താമസിച്ച വീട് ഒരാൾ ചിന്തിക്കുകയാണ്, എൻ്റെ ഉപ്പാപ്പ താമസിച്ച വളരെ മഹാനാണ് താമസിച്ച റൂമാണിത്, ഇത് ഞാൻ പൊളിക്കൂല, ഇത് ഞാൻ വളരെ അങ്ങനെ തന്നെ ആ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ മോടി പിടിപ്പിച്ച് നിലനിർത്തും. പാടില്ലാത്ത സംഗതിയാണ്. പഴയതായോ മോശമായോ അത് ഒഴിവാക്കണം, പൊളിച്ചളയണം. മനസ്സിലായില്ലേ? അത് ദുനിയവിയായ ചില ഓർമ്മകൾക്ക് വേണ്ടിയാണ് ആളുകൾ പറയുക. പക്ഷെ പിൽക്കാലത്ത് വിവരദോഷികൾ അത് അങ്ങനെ ആക്കി കളയും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിന്റെ ആധാറുകൾ, അതിന്റെ എല്ലാ അടയാളങ്ങളും നശിപ്പിച്ചു കളയാൻ സഹാബത്തിനോട് കൽപ്പിച്ചത് ഏത് കാലത്താണ്? നല്ല തൗഹീദിന്റെ കാലത്താണ്. ഉറച്ച തൗഹീദുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്ന കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് കൽപ്പിച്ചത്. ഏത് നാട്ടിലാണ്? തൗഹീദിന്റെ നാട്ടിൽ നിന്നാണ് ഇത് പറയുന്നത്. അപ്പൊ പിന്നെ അല്ലാത്ത കാലത്ത് എന്തായിരിക്കും? നിങ്ങൾക്കറിയുമോ, തൗഹീദിന്റെ ഇമാം ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് സൗദി അറേബ്യയിൽ ഇന്ന് കാണുന്ന തൗഹീദിന്റെ ഹൃദയഭൂമിയായ സൗദി അറേബ്യ, അതിന്റെ ഈ നിലനിൽപ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണക്കാരനാക്കിയ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുറെ കാലം കഴിഞ്ഞപ്പോൾ മഹാനായ ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് സൗദിയിലെ മുഫ്തി ആം ആയിരുന്ന അദ്ദേഹത്തിന്റെ കാലത്ത് ചില ആളുകൾ പറഞ്ഞു, നമുക്ക് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് താമസിച്ചൊരു വീടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വീട് നമുക്ക് പുനരുദ്ധരിക്കണം. അത് പഴയ ആധാറുകളൊക്കെ നിലനിർത്തി അദ്ദേഹത്തിന്റെ താമസിച്ച പഴയ വീട് അങ്ങനെ തന്നെ നമുക്ക് മോടി പിടിപ്പിച്ച് നശിപ്പിക്കാതെ നിലനിർത്തണം. എന്തിനു വേണ്ടി? ശൈഖിന്റെ ഓർമ്മക്ക് വേണ്ടി. നോക്ക് നിങ്ങൾ, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു പൊളിച്ചു കളയണം. എന്താണ് കാരണം? ഇത് പഴയതിലേക്കുള്ള തിരിച്ചുപോക്കാണ്. എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തേക്ക് സംഭവിച്ചത്? ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ബിംബങ്ങൾ ഉണ്ടായിരുന്നു മക്കത്ത്, കാബയുടെ അകത്ത്. അവരുടെ കയ്യിൽ കോലുകൾ ഉണ്ടായിരുന്നു, ഇവരുടെ പ്രശ്നക്കോലുകൾ, ഭാഗ്യപരീക്ഷണത്തിന് ഇവർ ഊരിയെടുക്കുന്ന കോലുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ പറഞ്ഞു, ഖാസലഹുമുല്ലാഹ്, അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയവരെ. വല്ലാഹി, അള്ളാഹുവാണ്, ഇവരൊരിക്കലും ഇവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഇത്. തൗഹീദിന്റെ ഇമാമായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബിംബങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് തൗഹീദ് പഠിപ്പിച്ച ആളുകളെ തന്നെ എന്താക്കുക? അതിനെതിരായി ഇലാഹാക്കുക. ഇത് ചിലപ്പോൾ കാലങ്ങൾക്കപ്പുറത്താണ് സംഭവിക്കുക, നമ്മൾ ചിന്തിക്കൂല. നമ്മൾ പഴയ ഓർമ്മകൾ നിലനിർത്തും പലതും, എന്നിട്ട് അവസാനം നമ്മൾ മരിക്കും. എന്നാലും ചിലപ്പോൾ കഴിയില്ല, അതിനടുത്ത തലമുറയായിരിക്കും ചിലപ്പോൾ ഇത് ഇബാദത്തായി കാണുക. അവിടെ ചെന്ന് ഒന്നുകിൽ അവർ അവിടെ ചെന്ന് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ പ്രത്യേകത കാണും. സ്ഥലത്തിന് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നില്ല, ആ പണ്ടത്തെ ആ മനുഷ്യൻ ഇരുന്ന കസേരയാണ്, അതിനെ നമ്മൾ പരിശുദ്ധി കാണുന്നില്ല. പക്ഷെ പിന്നീട് ജനങ്ങൾ അവിടെ ഇരുന്ന് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങും. കുറച്ചു കാലം കഴിഞ്ഞാലോ ആളുകൾ അതിനെ തന്നെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് ശിർക്കുണ്ടാവും. അപ്പൊ നോക്ക്, തൗഹീദിന്റെ ഇതിപ്പോ ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം, എങ്ങനെയാണ് ശൈത്താൻ, അവന്റെ കെണി എത്ര വലുതാണ്. അവനൊരിക്കലും നമ്മളെ തെറ്റിക്കാൻ കഴിയുകയില്ല എന്നതിൽ നിരാശനാവുകയില്ല. നിരാശപ്പെടാത്ത പ്രവർത്തനമാണ് അവൻ്റെത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ മരിക്കുന്നത് വരെ. അവന്റെ പണി നിർത്തുകയില്ല. അതുകൊണ്ട് ശൈത്താൻ നിർത്തി എന്ന് ഒരാളും വിചാരിക്കരുത്. ഇങ്ങനെയാണ് തലമുറകൾക്കപ്പുറത്തായിരിക്കും ശൈത്താൻ ജനങ്ങളെ പിഴപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച പാഠമാണ്. മരിക്കുന്നത് വരെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത പാഠം, നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട പാഠം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട പാഠമാണിത്. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വനഹ്നു ലഹു മുസ്ലിമൂൻ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണം വന്ന സന്ദർഭത്തിൽ നിങ്ങളവിടെ സാക്ഷികളായി ഉണ്ടായിരുന്നോ? അവിടുന്ന് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്തിനെ ആരാധിക്കും? എന്തൊരു ചോദ്യമാണ്! അള്ളാഹുവിന്റെ ഒരു നബിയാണ് ചോദിക്കുന്നത്.
മക്കളിൽ അള്ളാഹുവിന്റെ നബിമാരുണ്ട്. തൗഹീദിൽ വളർത്തിക്കൊണ്ടുവന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടികളാണിത്. അവർ പറഞ്ഞു, ഖാലു നഅ്ബുദു ഇലാഹക, നിങ്ങളുടെ ഇലാഹായ, വ ഇലാഹ ആബായിക, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ, ഇവരുടെയും ഇലാഹായ ഇലാഹം വാഹിദായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് മുസ്ലിങ്ങളായിരിക്കും. തൗഹീദിന് അവരവരുടെ ഹൃദയത്തിൽ കൽപ്പിച്ച വില എത്രയാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം. ശൈത്താൻ തൗഹീദിന്റെ കാര്യത്തിൽ നമ്മളെ പിടിക്കുക, നമുക്കൊരിക്കലും ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് തോന്നിപ്പിച്ചിട്ടാണ്. തൗഹീദിന് നമുക്ക് വിലയില്ലാതാക്കി കളയും. എന്തിനാണ് തൗഹീദ് കൊണ്ടും പറയുന്നത്? തൗഹീദ്, നമ്മളൊക്കെ മുവഹ്ഹിദുകളാണ്, നമ്മളൊക്കെ തൗഹീദ് അടിയുറച്ചിട്ടുള്ള ആളുകളാണ്. പണ്ടുകൊണ്ടേ അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്തിട്ടുള്ള, ശിർക്കിന്റെ എല്ലാ ചിഹ്നങ്ങളെയും എതിർത്തിട്ടുള്ള ആളുകളാണ് നമ്മൾ എന്ന് നമുക്ക് തോന്നിപ്പിച്ചു തരും ശൈത്താൻ. ഒരിക്കലും ആ കെണിയിൽ വീണു പോകരുത്. തൗഹീദ് ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ കിതാബ് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിങ്ങൾക്ക് ഓതാനുള്ളതാണ്. അള്ളാഹുവിന്റെ കിതാബിൽ എവിടെയാണ് തൗഹീദ് ഇല്ലാത്ത അള്ളാഹുവിന്റെ കിതാബിലെ ഭാഗം എവിടെയാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പോലെ ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ഖുർആൻ മുഴുവൻ തൗഹീദാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ആയത്തുകളിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നസ്അലുല്ലാഹൽ ആഫിയ. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. ഇവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഫലം തുഅബദ്, ഇബ്ൻ കസീർ പറയുന്നു, ഇബ്ൻ അബ്ബാസ് പറഞ്ഞതായി, അത് ഇബാദത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. ഹത്താ ഇദാ ഹലക ഉലൈക, ഉണ്ടാക്കി വെച്ച ജനങ്ങളും നശിച്ചു പോയിട്ടല്ലാതെ ആ തലമുറ ഉണ്ടാക്കി വെച്ചവർ ഇബാദത്ത് ചെയ്തിട്ടില്ല. അവർ അല്ലാഹുവിനെ തന്നെ ഇബാദത്ത് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവർ ചെയ്തു വെച്ച പണി പിന്നീടുള്ളവരുടെ നാശത്തിന് കാരണമായി. അങ്ങനെ അവർ മരിച്ചപ്പോൾ ഇല്ലാതായി പോയപ്പോൾ അവരതിൽ നിന്ന് തടയുന്ന ഉലമ, തൗഹീദ് പഠിച്ചിട്ടുള്ള ആളുകൾ അവരുമില്ലാതെ ആയപ്പോൾ ഈ ജനങ്ങൾ ഈ ബിംബങ്ങളെ, വദ്ദിനെ, സുവാഇനെ, യഗൂസിനെ, യഊഖിനെ, നസ്റിനെ അള്ളാഹുവിന് പുറമെയുള്ള ഇലാഹുകളാക്കി ഇബാദത്ത് ചെയ്തു. വഖദ് അദല്ലു, അവർ പിഴപ്പിച്ചു കളഞ്ഞു. കസീറൻ, ഒരുപാട് ആളുകളെ. ഈ വാക്കിന്റെ ആശയം സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ശിർക്കിന്റെ തുടക്കമാണ്. വഖദ് അദല്ലു കസീറ, അള്ളാഹു പറയുന്നു ഒരുപാട് ആളുകൾ അവർ പിഴപ്പിച്ചു. ഇന്നും ജനങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നത് ഈ ഖൗമ പിഴപ്പിച്ച ആ പിഴച്ച മാർഗത്തിൽപ്പെട്ടിട്ടാണ്. ഇന്നും തുടങ്ങിയതെങ്ങനെയാണ്? ഇങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്. വഖദ് അദല്ലു കസീറ. അള്ളാഹുവിന്റെ ആ വാക്കിന്റെ ആഴം, അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് ചിന്തിച്ചു നോക്ക്. എത്രത്തോളം ഖുറൈശികൾ, മക്കയിലെ ഖുറൈശികൾ ഈ ബിംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ബിംബങ്ങൾ അതേ പേരിൽ കാലങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് തലമുറകൾ കഴിഞ്ഞതിന് ശേഷവും മക്കയിലുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. വഖദ് അദല്ലു കസീറ വലാ തസിദിൽ ളാലിമീന ഇല്ലാ ളലാല. وقد أضلوا كثيرا. ابن كثير പറയുന്നു يعني الأصنام التي اتخذوها, അവർ സ്വീകരിച്ച ബിംബങ്ങൾ, അദല്ലു ബിഹാ ഖൽഖൻ കസീറ, ഒരുപാട് അല്ലാഹുവിന്റെ പടപ്പുകൾ അവർ ഇത് മുഖേന വഴിതെറ്റിച്ചു. فإنه استمرت عبادتها في القرون إلى زماننا هذا في العرب والعجم وسائر صنوف بني آدم. ഇബ്ൻ കസീർ പറയുന്നു അവർ പഠിപ്പിച്ച ബിംബാരാധന ഇന്നും അറബികളിലും അനറബികളിലും ആദമിന്റെ പടപ്പുകളിൽ ഒരുപാട് വിഭാഗങ്ങളിലും ഏതൊക്കെ നാടുകളിലുണ്ട് ആദമിന്റെ മക്കൾ. വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, ചുവന്നവരുണ്ട്, കുറുകിയവരുണ്ട്, വലിയ വലിപ്പമുള്ളവരുണ്ട്. പല നാടുകൾ, പല ദേശക്കാർ, പല കളറുകളിലുള്ള ആളുകൾ. എല്ലായിടത്തും നമുക്കിത് കാണാം. ഏകദേശം പല സ്ഥലത്തും നമുക്കിത് കാണാം. എന്ത്? ഇബാദത്തുൽ അസ്നാം. അള്ളാഹുവിന് പുറമെ അവരവരുടെ കൈകൊണ്ടുണ്ടാക്കി വെച്ച ബിംബങ്ങൾ അവർ ഇബാദത്ത് ചെയ്യുക എന്നത്. وقد قال الخليل عليه الصلاة والسلام في دعائه واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അള്ളാഹു എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന് നീ രക്ഷിക്കണേ. എന്താണ് കാരണം? അദ്ലൽന ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്. ആ ബിംബങ്ങൾ കാരണത്താൽ ഒരുപാട് ആളുകൾ തലാലത്തിലായിട്ടിരിക്കുന്നു. ആ കസീർ
അദ്ലൽന കസീറൻ മിനന്നാസ് എന്നത് അതിന്റെ ആഴം, അതിന്റെ വ്യാപ്തി നമ്മൾ ചിന്തിച്ചാൽ അറ്റം കിട്ടുകയില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, വലാ തസിദിൽ ളാലിമീന ഇല്ലാ ളലാല. അല്ലാഹുവേ, നീ ഈ ളാലിമുകൾക്ക്, അക്രമികൾക്ക് ളലാലത്തല്ലാതെ വർദ്ധിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഇനി ഇവരെ നീ എന്താക്കരുത്, ഹിദായത്തിലാക്കരുതേ. ഇതെന്ത് ദുആണ്? ഇത് അവസാന കാലത്തെ ദുആണ്. ഇത് അവസാന കാലത്ത് 950 വർഷത്തിന് ശേഷമുള്ള ദുആണ്. ഇതുപോലെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം ഇതുപോലെ ഒരു ദുആ ചെയ്തിട്ടുണ്ട്. സൂറത്ത് യൂനിസിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇതുപോലൊരു ദുആ ചെയ്തത് കാണാം. എന്ന് പറഞ്ഞാൽ ഇനി അവരെ നന്നാക്കരുത്. റബ്ബന ത്മിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനൂ ഹത്താ യറവുൽ അദാബൽ അലീം. അല്ലാഹുവേ, നീ അവരുടെ ഖൽബുകൾ കടുപ്പിക്കണം, ഇനി അവർ വിശ്വസിക്കണ്ട. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനയേറിയ ശിക്ഷ അവർക്ക് വരുന്നത് വരെ. ഇതാരും കൂടി ചെയ്തിട്ടുണ്ട്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സമാനമായ ദുആ നൂഹ് നബിയും ചെയ്തു, മൂസ നബിയും ചെയ്തു. രണ്ടുപേരുടെയും ശത്രുക്കളെ അള്ളാഹു നശിപ്പിച്ചത് ഒരേപോലെയാണ്. എങ്ങനെ? മുക്കി നശിപ്പിച്ചു. വഖദ് ഇസ്തജാബ അല്ലാഹ്, ഇബ്നു കസീർ പറയുന്നു, അള്ളാഹു ഉത്തരം നൽകി ലികുല്ലിൻ മിനൻ നബിയൈനി, ഈ രണ്ട് നബിമാർക്കും, ഫി ഖൗമിഹി, തങ്ങളുടെ ഖൗമിന്റെ വിഷയത്തിൽ, വഅഗ്റഖ ഉമ്മതഹ, അവരുടെ ഉമ്മത്തിനെ അള്ളാഹു നശിപ്പിച്ചു, ബിതക്ദീബിഹിം ലമ്മാ ജാഅഹും ബിഹ്, അവർ കൊണ്ടുവന്ന ഹഖിനെ അവർ നിഷേധിച്ചപ്പോൾ ഈ രണ്ട് നബിമാരുടെയും ഖൗമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുകയുണ്ടായി. അതാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത്, മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറാ ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസാറാ. മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറാ ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസാറാ. മിമ്മാ ഖതീആതിഹിം, അവരുടെ ഖതീഅത്ത് കൊണ്ട്, അവരുടെ തെറ്റ് കാരണത്താൽ. അള്ളാഹു അവരോട് ദുൽമ ചെയ്തതല്ല. അള്ളാഹു ഒരു ഖൗമിനോടും അള്ളാഹു ആരോടും ദുൽമ ചെയ്യുകയില്ല, അക്രമം ചെയ്യുകയില്ല. അവൻ ആദിലാണ്, അവനല്ല നീതിയുമുള്ളവനാണ്. അവരുടെ തെറ്റ് കാരണത്താൽ ഉഗ്രിഖൂ, അവർ നശിപ്പിക്കപ്പെട്ടു. ഗറഖ എന്നാൽ മുങ്ങാണ്, ഉഗ്രിഖൂ മുക്കി നശിപ്പിക്കപ്പെട്ടു. ഐ മിൻ കസ്റത്തി ദുനൂബിഹിം, അവരുടെ എണ്ണമില്ലാത്ത തെറ്റ് കാരണത്താൽ, വഉതുവിഹിം വഇസ്റാരിഹിം അലാ കുഫ്രിഹിം വമുഖാലഫതിഹിം ലറസൂലിഹിം, കുഫ്റിൽ അവർ ഉറച്ചു നിന്നത് കാരണത്താൽ, അള്ളാഹുവിന്റെ റസൂലുകളെ അവർ എതിർത്തത് കാരണത്താൽ മുക്കി നശിപ്പിക്കപ്പെട്ടു. മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ, മുക്കി നശിപ്പിക്കപ്പെട്ടത് വെള്ളത്തിലാണ്, മുക്കി നശിപ്പിക്കപ്പെട്ടത് വെള്ളത്തിലാണ്. പക്ഷേ ഫൗദ്ഖിലൂ നാറാ, പിന്നീട് പ്രവേശിക്കപ്പെട്ടത് എങ്ങോട്ടാണ്? തീയിലാണ്. അള്ളാഹു ദുനിയാവിൽ അവരെ വെള്ളത്തിൽ മുക്കിക്കൊന്നു, പരലോകത്ത് അള്ളാഹു അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഫൗദ്ഖിലൂ നാറാ, അങ്ങനെ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഐ നഖലൂ മിൻ തയ്യാരിൽ ബിഹാർ ഇലാ ഹറാറത്തിൻ നാർ. ഇബ്നു കസീർ പറഞ്ഞു, ഐ നുഖിലൂ മിൻ തയ്യാരിൽ ബിഹാർ ഇലാ ഹറാറത്തിൻ നാർ. ആർത്തിരമ്പുന്ന തിരമാലകളിൽ നിന്ന് അവർ പിന്നെ ചെന്നത് നരകത്തിന്റെ തീയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ മരിച്ചാൽ ഉടനെ തന്നെ നരകത്തിലെ ശിക്ഷ ഖബറിൽ അവർക്കുണ്ടാകും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഖബറിലെ ശിക്ഷ എന്നത് അതെങ്ങനെ മരിച്ചാലും ശരി, ഖബറിലെ നഈം, ഖബറിലെ അദാബ്, അതെങ്ങനെ മരിച്ചാലും ഉണ്ടാവും. ഫിറഔനെയും അവന്റെ ഖൗമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. രാവിലെയും വൈകുന്നേരവും നരകത്തിന് മുമ്പിൽ അവർ പ്രദർശിപ്പിക്കപ്പെടും. വയൗമ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന അന്ന്, അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, ഫിർഔനെയും അവന്റെ കൂട്ടരെയും കടുത്ത ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിക്കൂ, അഥവാ നരകത്തിൽ അവരെ തള്ളൂ എന്ന് അല്ലാഹു പറയും. അതിനു മുമ്പുള്ള ഏതാണ് ഈ രാവും പകലുമുള്ള ശിക്ഷ? അത് ബർസഖിലെ അദാബാകുന്നു, ബർസഖിലെ അദാബാകുന്നു. ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസാറ, ഫലം യജിദൂ, അവർ കണ്ടില്ല, മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ, അൻസാറൻ, ഒരു സഹായിയെയും കണ്ടില്ല. ഐ ലം യകുൽ ലഹും മുഈനുൻ വലാ മുഗീസുൻ വലാ മുജീറുൻ
യുൻഖിദുഹും മിൻ അദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായില്ല. ആർക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? അള്ളാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആർക്കാണ് രക്ഷപ്പെടുത്താൻ സാധിക്കുക? ഒരാൾക്കും സാധിക്കുകയില്ല. വഖാല നൂഹുൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അഥവാ റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബി, എൻ്റെ റബ്ബേ, ലാ തദർ അലൽ അർദ്, ഭൂമിയിൽ നീ വിട്ടേക്കരുതേ, മിനൽ കാഫിരീന, കാഫിറുകളിൽ നിന്ന്, ദയ്യാറൻ, ദയ്യാറൻ എന്നാൽ വാഹിദൻ, ഒരാളെയും നീ വിട്ടേക്കരുതേ എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളെ നശിപ്പിക്കണേ. ഭൂമിയിൽ ഇന്നുള്ള നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ കയറിയ ആളുകളെ ഒഴികെ ബാക്കി മുഴുവൻ പേരെയും നശിപ്പിക്കണേ. ഫസ്തജാബ അല്ലാഹു ലഹ്, അല്ലാഹു ആ ദുആക്ക് ഉത്തരം നൽകി. ഫഅഹ്ലക ജമീഅ മൻ അലാ വജ്ഹിൽ അർദി മിനൽ കാഫിരീൻ, ഭൂമിയിൽ അന്നുണ്ടായിരുന്ന കാഫിറുകൾ ഒരൊറ്റ എണ്ണത്തിന് അല്ലാഹു ബാക്കി വെച്ചില്ല. ഹത്താ വലദ നൂഹിൻ ലിസുൽബിഹി, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം ചോരയിൽ പിറന്ന മകനെ പോലും. എന്താണ് കാരണം? ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. നൂഹ് നബി പിന്നീട് സങ്കടത്തോടെ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു എൻ്റെ അഹ്ലിനെ, എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ എൻ്റെ മകനാകട്ടെ മരിക്കുകയും ചെയ്തു. നിന്റെ വാഗ്ദാനം അത് സത്യവുമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നൂഹ് താങ്കളുടെ കുടുംബക്കാരനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവനെക്കുറിച്ച് ഓർത്തുള്ള ഈ വേവലാതി ഉണ്ടല്ലോ, ഇത് സാലിഹായ അമലല്ല, നല്ല പ്രവൃത്തിയല്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്തിഗ്ഫാർ നടത്തി. അത് പിതൃസഹജമായ ഒരു സങ്കടം കൊണ്ടുള്ള, ഒരു ഉപ്പാക്കുണ്ടാകുന്ന സങ്കടം കൊണ്ടുള്ള ചോദ്യമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അത് തിരുത്തുകയുണ്ടായി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ പോലും രക്ഷപ്പെട്ടില്ല. എത്രത്തോളം ചിന്തിച്ചു നോക്കൂ, ആ ഖൗമിൽ അന്നുണ്ടായിരുന്ന എല്ലാവരെയും നശിപ്പിച്ചു എന്നാണ്. ഒരു ഉമ്മയുടെ കയ്യിൽ കാഫിറത്തായ ഒരു പെണ്ണ്, ഉമ്മ, അതിന്റെ കയ്യിൽ മുലയൂട്ടുന്ന ഒരു കുഞ്ഞ് ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നത് സംശയമില്ലല്ലോ. ആ സമൂഹത്തിൽ അങ്ങനെയുള്ളവരുണ്ടാകും എന്നത് സംശയമില്ല. അള്ളാഹു ബാക്കി വെച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കി വെച്ചിട്ടില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ അങ്ങനെയാണ്, റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ, ഒന്നിനെയും നീ ബാക്കി വെക്കരുത് റബ്ബേ. 950 കൊല്ലക്കാലം ക്ഷമിച്ചതിന് ശേഷമുള്ള ദുആ ആണ്. അന്നൊരാൾക്കും രക്ഷയുണ്ടായില്ല, ഒരു സഹായവും ഉണ്ടായില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ പറഞ്ഞു, സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, എനിക്ക് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയൊരു മലയുടെ മുകളിൽ ഞാൻ കയറിക്കോളാം. ഖാല ലാ ആസിമ അൽയൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം, നൂഹ് നബി പറഞ്ഞു, മോനെ, ഇന്ന് അള്ളാഹുവിന്റെ അംറിൽ നിന്ന്, അവന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു ആസിമുമില്ല, ഒരു രക്ഷകനുമില്ല. ഇല്ലാ മൻ റഹിം, അവൻ റഹ്മത്ത് ചെയ്തവനൊഴികെ. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണോ? ഈ കപ്പലിലാണ് ഇന്ന് അള്ളാഹിന്റെ റഹ്മത്തുള്ളത്. ഇവിടെ കാരണം അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ഹാല ബൈനഹുമുൽ മൗജ്, അവർക്കിടയിൽ ഒരു തിരമാല വന്നു. വകാന മിനൽ മുഗ്റഖീൻ, അവൻ മുങ്ങി നശിപ്പിക്കപ്പെട്ടവരിൽ അവനും പെട്ടു. ഒരാളും രക്ഷിക്കാനുണ്ടായില്ല. അലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസാറ വഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും, ഇന്നക റബ്ബേ നീ ഇൻ തദർഹും, അവരെ ബാക്കി വെച്ചാൽ, യുദല്ലു ഇബാദക്, യുദല്ലു അവർ വഴിതെറ്റിച്ച് കളയും, ഇബാദക നിന്റെ അടിമകളെ, കാരണം നിന്റെ മുഅ്മിനുകളായ അടിമകളെ അവരെന്ത് ചെയ്യും? ദലാലത്തിലാക്കി കളയും. അവരിൽ നിന്റെ ഖൈറിൽ യാതൊരു പ്രതീക്ഷയുമില്ല. വല യലിദു, വലദ യലിദു എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക. വല യലിദു, അവർ ഇനി പ്രസവിക്കുകയില്ല, അവരിൽ ഇനി ജനിക്കുകയില്ല. ഇല്ലാ ഫാജിറൻ കഫാറ, ഫാജിർ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവൻ, ഐ ഫിൽ അഅമാൽ, പ്രവൃത്തി കൊണ്ട് ഫാജിറാണ് അവൻ, വൃത്തികെട്ടവനാണ്. കഫാറൻ ഐ കാഫിറുൽ ഖൽബ്, ഖൽബ് കൊണ്ട് അവൻ കാഫിറുമാണ്. അങ്ങനെയുള്ളവരല്ലാതെ അവരിനി പ്രസവിക്കുകയില്ല. പ്രസവിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടി അങ്ങനെ ആയിരിക്കുമോ? അല്ല, മറിച്ച് ആയിത്തീരുമെന്നാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. വദാലിക, അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ലഖിബ്റതിഹി ബിഹിം. ഇബ്നു കസീർ പറയുന്നു, നൂഹ് നബിക്ക് അവരെ കുറിച്ചുള്ള സുദീർഘമായ അനുഭവ പരിചയം, അനുഭവ സമ്പത്ത് കൊണ്ട്, പരീക്ഷിച്ചറിഞ്ഞ കാര്യം കൊണ്ട് പറഞ്ഞതാണ്, ഗൈബ് പറഞ്ഞതല്ല. വദാലിക ലഖിബ്റതിഹി ബിഹിം വമുക്സിഹി ബൈന അദ്ഹുരിഹിം അൽഫ സനതിൻ ഇല്ലാ 50 ആമ. 1000 വർഷം കുറക്കണം 50, 950 വർഷം അവരിൽ കഴിച്ചുകൂട്ടിയ തജ്രിബ കൊണ്ട് പറഞ്ഞതാണ്.
رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا. നൂഹ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബി ഇഗ്ഫിർ ലി, എൻ്റെ റബ്ബേ ഇഗ്ഫിർ ലി, നീ എനിക്ക് പുറത്തു തരണമേ. ഇസ്തിഗ്ഫാർ അല്ലാഹുവിൻ്റെ അംബിയാഇൻ്റെ സുന്നത്താണ്. ഉലൈക അല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാണ് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുള്ളവർ. അവരുടെ ഹുദ, അവർ കാണിച്ച വെളിച്ചം, അത് നീ പിൻപറ്റുക. അള്ളാഹുവിൻ്റെ നബിമാരുടെ സുന്നത്താണ് ഇസ്തിഗ്ഫാർ, റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക, പൊറുക്കലിനെ തേടുക എന്നത്. റബ്ബി ഇഗ്ഫിർ ലി വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരണമേ. വലിമൻ ദഖല ബൈതിയ, എൻ്റെ വീട്ടിൽ കയറിയ മുഅ്മിനൻ, മുഅ്മിനായിക്കൊണ്ട് എൻ്റെ വീട്ടിൽ കയറിയവനും, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അതുപോലെ ബാക്കി മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും, മുഅ്മിനുകളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. ഒന്നാമത് പറഞ്ഞതിൽ അവിടെ നൂഹ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടു. പിന്നെ പറഞ്ഞതിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ മുഅ്മിനുകളും പെട്ടു. റബ്ബി ഇഗ്ഫിർ ലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിന വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറ. വലാ തസിദ്, അല്ലാഹുവേ നീ കൂട്ടിക്കൊടുക്കരുത്, വർദ്ധിപ്പിക്കരുത്, അല്ലാലിമീന അക്രമികൾക്ക്, ഇല്ലാ തബാറ ഐ ഇല്ലാ ഹലാക. തബാർ എന്നാൽ ഹലാക്ക്, നാശം എന്നാണ് അർത്ഥം. അവർക്ക് നാശമല്ലാതെ ഒന്നും കൊടുക്കരുത് എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, ളാലിമുകൾക്കെതിരിൽ മുഅ്മിനുകൾക്ക് അനുകൂലമായി. ഇവിടെ എൻ്റെ വീട്ടിൽ കയറിയ മുഅ്മിൻ എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൊണ്ട് ഇബ്നു കസീർ വിശദീകരിച്ചു. അതെങ്ങനെ എന്നാൽ, വീട്ടിൽ കയറ്റുന്ന അടുത്ത ബന്ധം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായത് ആരുമായിട്ടാണ്? മുഅ്മിനുകളുമായിട്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഇമാം അബൂ ദാവൂദും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്ഹബ് ഇല്ലാ മുഅ്മിനാ, നീ ഒരു മുഅ്മിനെ അല്ലാതെ നിന്റെ സാഹിബാക്കരുത്, കൂട്ടുകാരനാക്കരുത്. വലാ യഅകുൽ തആമക ഇല്ലാ തഖി, ഒരു തഖി, തഖ്വയുള്ളവനല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരുവൻ അവന്റെ ചങ്ങാതിയുടെ ദീനിലാണ്. ഫലിയൻദുർ അഹദുകും യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവൻ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെന്ന് ശ്രദ്ധിച്ചു കൊള്ളട്ടെ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ജലീസി സ്സാലിഹി വൽ ജലീസി സൂ കഹാമിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ല ജലീസ്, നല്ല കൂട്ടുകാരൻ, മോശം ജലീസ്, മോശം കൂട്ടുകാരൻ. അതിൻ്റെ ഉദാഹരണം, നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം ഹാമിലുൽ മിസ്ക്, മിസ്ക് വഹിക്കുന്നവൻ, കസ്തൂരി കച്ചവടം ചെയ്യുന്നവൻ, അവനെ പോലെയാണ്. മോശം കൂട്ടുകാരൻ്റെ ഉദാഹരണം നാഫിഖുൽ കീർ, കൊല്ലൻ, ഇരുമ്പിങ്ങനെ ഊതി ഊതി ഇരുമ്പുരുക്കുന്ന കൊല്ലനെ പോലെയാണ്. ആ പണി മോശമെന്നല്ല അതിൻ്റെ അർത്ഥം, ആ പണി മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഹാമിലുൽ മിസ്ക്, അവൻ നിനക്ക് കൂട്ടുകാരനായി ഉണ്ടായാൽ ഒന്നുകിൽ അവൻ നിനക്ക് വെറുതെ തരും അവൻ്റെ സുഗന്ധം, അല്ലെങ്കിൽ നിനക്ക് പൈസ കൊടുത്ത് വാങ്ങാം, അതല്ലെങ്കിൽ അവൻ നിനക്കൊന്ന് പുരട്ടിത്തരും. ഇനി ഒന്നും ഉണ്ടായില്ലെങ്കിൽ അവൻ്റെ കൂടെ നിന്നാൽ നല്ല സുഗന്ധമെങ്കിലും നിനക്ക് ആസ്വദിക്കാം. നാഫിഖുൽ കീർ, അവൻ്റെ അടുത്ത് ചെന്നാൽ ഒന്നുകിൽ അവൻ്റെ തീ കൊണ്ട് നിനക്ക് പൊള്ളലേൽക്കും, അല്ലെങ്കിൽ നിന്റെ വസ്ത്രം പൊള്ളലേറ്റ് കീറിപ്പോകും, കരിപുരളും, ഒന്നുമില്ലെങ്കിലും മോശം ഗന്ധമെങ്കിലും അവിടെ നിന്നാൽ നിനക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു അസർ, എന്തെങ്കിലും ഒരു സ്വാധീനം മോശം കൂട്ടുകെട്ടിൽ നിന്ന് ഉണ്ടാകാതിരിക്കുകയില്ല. അപ്പോൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സാഹിബുകൾ മുഅ്മിനുകളായിരുന്നു എന്നതിന് ഈ പറഞ്ഞ ആയത്തിൽ സൂചനയുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അതുകൊണ്ടാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി മുഅ്മിനീങ്ങൾക്കും മുഅ്മിനുകളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ദുആ, വലിഹാദ ഇബ്നു കസീർ പറയുന്നു, വലിഹാദ ഇതുകൊണ്ട് യുസ്തഹബ്ബു മിസ്ല ഹാദ ദുആ, ഇതുപോലുള്ള ദുആ മുസ്തഹബ്ബാണ്, പുണ്യകരമാണ്. കാരണം നമുക്ക് വേണ്ടി മാത്രമല്ല, ബാക്കിയുള്ള മുഅ്മിനീങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്നത്
സുന്നത്തായ കാര്യമാണ്. ഇഖ്തിദാഅൻ ബിനൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുന്നത്താണത്. അതുപോലെ വബിമാ ജാഅ ഫിൽ ആസാരി വൽ അദ്ഇയത്തിൽ മശ്ഹൂറത്തിൽ മശ്റൂഅ, ദീനിൽ അറിയപ്പെട്ട ഒരുപാട് ദുആകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹോദരന്റെ അസാന്നിധ്യത്തിൽ അവന് വേണ്ടി ചെയ്യുന്ന ദുആ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന ദുആ ആണ്. ഐന്ദ റഅസിഹി മലക്കുൻ, അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്കുണ്ട്, ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കാണത്. ആ മലക്ക് പറയും ആമീൻ വലക ബിമിസ്ൽ, ആമീൻ നിനക്കും, ആമീൻ അല്ലാഹു ഉത്തരം നൽകണമേ, വലക ബിമിസ്ൽ നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു, ബാക്കിയുള്ള മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഇങ്ങനെയുള്ള ദുആ തനിക്ക് വേണ്ടി ദുആ ചെയ്യുക, അതിനുശേഷം ആണ് മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ആദ്യം ഹംദ് പറയുക, സ്വലാത്ത് ചൊല്ലുക, തനിക്ക് വേണ്ടി ദുആ ചെയ്യുക, എന്നിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദ് وعلى آله وأصحابه أجمعين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا وللمؤمنين والمؤمنات. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.